കൃഷ്ണാവതാരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാന ഭാഗമായിട്ട് കടന്നു വന്നത്. ആ കൃഷ്ണാവതാരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് സൂചിപ്പിച്ചിരുന്നു. ഇനി ഇവിടെ കൃഷ്ണാവതാരം നമുക്കറിയാം, ദേവകിയുടെ 8ാമത്തെ പുത്രനായി അവിടെ കംസനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? ഭഗവാൻ വരുന്നത്. ഭഗവാന്റെ മുഖ്യ അവതാര ഉദ്ദേശം കംസവധം എന്നുള്ളതാണ്. അപ്രകാരം കംസനെ വധിക്കാൻ വേണ്ടി ദേവകിയുടെ 8ാമത്തെ പുത്രനായി ഭഗവാൻ ജനിക്കുകയാണ്. അപ്പോൾ ദേവകിയുടെ വിവാഹം കഴിഞ്ഞു വസുദേവരോടൊപ്പമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, വസുദേവൻ ലോകത്തിലെ ഏറ്റവും കഠിനവ്രതം ജീവിതകാലം മുഴുവൻ സ്വീകരിച്ച ആളാണ്. എന്താണ് കഠിനവ്രതം? സത്യം മാത്രമേ പറയൂ, ആ സത്യം പറയുന്നത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതാണ് ലോകത്തിലെ ഏറ്റവും കഠിനമായ വ്രതം. ആ വ്രതം സ്വീകരിച്ച ആളാണ് വസുദേവര്. അപ്രകാരമുള്ള വസുദേവർ ദേവകിയുടെയും വിവാഹം കഴിഞ്ഞു. അങ്ങനെ വിവാഹം നടക്കുന്ന വേള അശരീരി കേട്ടു. അശരീരി കേട്ട കംസൻ മരണഭയം കൊണ്ട് ദേവകിയെ വധിക്കാൻ തയ്യാറായി. ഈ സമയത്ത് വസുദേവരും ഇവിടെ കംസനുമായിട്ടൊരു സംഭാഷണം നടക്കുന്നുണ്ട്. വസുദേവരുടെ മുമ്പിൽ കംസനെ എതിരിടാൻ പാടാണ്. കംസൻ പരാക്രമിയാണ്, ക്രൂരനുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ദേവകിയെ രക്ഷിക്കുക വേണവും താനും. അപ്പോൾ ദേവകിയെ രക്ഷിക്കാൻ വേണ്ടി അവിടെ കംസനോട് വസുദേവർ ചോദിച്ചു, അല്ലയോ കംസ, അങ്ങ് ജ്ഞാനിയല്ലേ? ഈ അശരീരി വാക്യത്തിൽ എന്താ കേട്ടത്? അങ്ങ് മൂഢനല്ലേ എന്നാണ് കേട്ടത്. പക്ഷെ ഇവിടെ തിരിച്ചു ചോദിക്കുകയാണ്, വസുദേവർ ചോദിക്കുകയാണ്, അങ്ങ് ജ്ഞാനിയല്ലേ? എന്താ ഈ ചോദ്യത്തിന്റെ അർത്ഥം? ജനിച്ചാൽ ഏതൊരു വ്യക്തിയും മരിക്കുമെന്നുള്ളത് ശരിയല്ലേ? ആ ജ്ഞാനമില്ലാത്തവരായി ലോകത്ത് ആരെങ്കിലും കാണുമോ? സാധാരണക്കാരായ നമുക്ക് പോലും ആ ജ്ഞാനമില്ലേ? ജനിച്ചാൽ ഏതൊരു വസ്തുവും മരിക്കും. ഈ ജ്ഞാനം നമുക്ക് പോലും ഉണ്ട്. ഇതുപോലും അറിയാത്ത ആളല്ലല്ലോ കംസ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ആരാണ് മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയക്കുന്നത്? മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയക്കുന്നത് ആരാ? അജ്ഞാനികളാണ്. മനസ്സിലായില്ലേ? ജ്ഞാനികൾ ഒരിക്കലും മരണഭയം അനുഭവിക്കുന്നവർ അല്ല. അജ്ഞാനികളാണ് എപ്പോഴും മരണഭയത്തെ നേരിടുന്നവർ. വളരെ കൃത്യമായി ഗീതയിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, ഈ ഭൂമിയിൽ 2 തരക്കാരേ ഉണ്ടായിട്ടുള്ളൂ. ആ ബോധം നിനക്കുണ്ടെങ്കിൽ ദുഃഖത്തിന് കാരണം ഇല്ല. ഏതായി 2 തരക്കാര്? ഗതാസൂൻ, അഗതാസൂൻ. മനസ്സിലായില്ലേ? ഗതാസൂൻ, അഗതാസൂൻ. ജ്ഞാനി ശോചന്തി പണ്ഡിത. ഹേ അർജുന, ഈ പ്രപഞ്ചത്തിൽ 2 തരമേ ഉള്ളൂ. ഒന്ന് ഗതാസൂൻ, രണ്ടാമത്തത് അഗതാസൂൻ. എന്താ ഈ ഗതാസൂൻ? പോയവര്. മനസ്സിലായില്ലേ? അഗതാസൂനോ? ഇനി പോകാനുള്ള ടിക്കറ്റ് ഓക്കെ ആയിട്ടുള്ളവര്. മനസ്സിലായോ? അപ്പൊ പോയവർ ഇവിടുന്ന് പോയി. നമുക്ക് മുമ്പ് ഒത്തിരി പേര് പോയിട്ടില്ലേ? അവരിവിടുന്ന് പോയി. എവിടേക്കാണെന്ന് ഉറപ്പില്ലെങ്കിലും പോയി കഴിഞ്ഞു. ഇനി നമ്മളെല്ലാം എഴുതിപ്പെട്ടു പോകാനുള്ളവരാ. ഒരു കുഞ്ഞ് പുതിയതായി ജന്മം എടുത്താൽ പോലും അവൻ ഏത് ലിസ്റ്റിൽപ്പെടും? പോകാനുള്ളവർ ലിസ്റ്റിൽപ്പെടും. അപ്പൊ പോയവരും പോകാനുള്ളവരുമല്ലാതെ സ്ഥിരമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ പിന്നെ ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ജ്ഞാനി ശോചന്തി പണ്ഡിത. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ പോയവരെ കുറിച്ചും പോകാനുള്ളവരെ കുറിച്ചും ഓർത്ത് വെറുതെ ദുഃഖിക്കേണ്ട കാര്യമില്ല, ദുഃഖിക്കാറുമില്ല. ഇപ്പൊ നമ്മളിവിടെ നിന്ന് നേരെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. 8 മണിക്കുള്ള ട്രെയിനകത്താണ് പോകേണ്ടത്. നമ്മൾ രാവിലെ ചെന്നു. അപ്പോഴാണ് അവിടെ ഒരു അനൗൺസ്മെന്റ് കേട്ടു, 8 മണിക്കുള്ള ട്രെയിൻ 4 മണിക്കൂർ ലേറ്റായിട്ടാണ് ഓടുന്നത്. 12 മണിക്ക് വരും. അത്രയും സമയം നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും അല്ലേ? നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരു ചായയൊക്കെ കുടിച്ച് അടുത്തെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ നമ്മളെ ട്രെയിൻ കാത്ത് നിൽക്കും. ആ സമയത്താണ് നമുക്ക് ശേഷം ഉള്ള ട്രെയിന് പോകേണ്ട ഒരാൾ വന്നു. 9 മണിക്കുള്ള ട്രെയിനാണ്. അയാൾ വന്നപ്പോൾ തന്നെ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നു, അയാൾ കയറിപ്പോയി. മനസ്സിലായില്ലേ? വേറൊരാൾ നമുക്ക് ശേഷം വന്ന് 8:30 വന്ന ആളും അതിൽ കയറി പോയി, അരമണിക്കൂർ ഇരുന്നിട്ട് പോയി. ഒരാൾ 7 മണിക്ക് വന്ന ആളും അതിൽ കയറിയിട്ട് പോയി. മനസ്സിലായില്ലേ? അപ്പം നമ്മളോ 8 മണിക്ക് പോകാൻ നമ്മൾ 12 മണി വരെ ഇരുന്നു. അതുപോലെയാണ് ചിലർ ജനിച്ച് 90 വയസ്സ് വരെയൊക്കെ അവിടെ ഇരിക്കും. കാരണം അവരുടെ ട്രെയിൻ ലേറ്റായിരിക്കും. മനസ്സിലായില്ലേ? ചിലർ പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഉടനെ വണ്ടി വരും. നമ്മൾ ജനിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ, കുഞ്ഞുനാളിൽ തന്നെ അവരെ വണ്ടി കൃത്യസമയത്ത് വന്നു. ചിലർ യൗവനം വരെ വളരുന്നത് വരെ, മനസ്സിലായില്ലേ, ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കും. അവരുടെ വണ്ടി വരുമ്പോൾ അവർ കയറും. ഈ വണ്ടി കയറാതിരിക്കാൻ പറ്റില്ല. മറ്റേ ട്രെയിനാണെങ്കിൽ കയറാതിരിക്കാം. പക്ഷെ ഈ വണ്ടി അങ്ങനെയല്ല.
കൃത്യമായിട്ട് വന്നാൽ എന്ത് ചെയ്യണം? ഈ റിസർവേഷന് ക്യാൻസലിംഗ് ഇല്ല. ഉണ്ടോ? ഇല്ല, ഈ റിസർവേഷൻ. അപ്പൊ ഏതെങ്കിലും ആ റിസർവേഷൻ ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് ദുഃഖം വരുമോ? അയ്യോ വന്നവര് പോയി, ഇപ്പം വന്നവർ ഇനി പോവേ, കരയാറുണ്ടോ? അയാൾ സ്ഥിരം കണ്ടോണ്ടിരിക്കുക, ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നവരെല്ലാവരും വന്ന് പോയവരുമാണ്, ഇനി പോകാനുള്ളവരുമാണ്, അല്ലേ? അപ്പൊ അതിനിടയിൽ വെച്ചുള്ള സമയത്ത് അയാൾ പലരെയും കാണുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളും ഈ ലോകത്തെ കാണേണ്ടത്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്, മനസ്സിലായില്ലേ? ഇവിടേക്ക് വന്നവരെല്ലാവരിലും കുറേ പേര് പോയവരുണ്ട്, ഇനി പോകാനുള്ളവരുണ്ട്. നമുക്ക് ആർക്കെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അപ്പൊ പിന്നെ അവിടെ ദുഃഖത്തിന്റെ കാരണമുണ്ടോ? ദുഃഖത്തിന് കാരണമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ദുഃഖം എപ്പോഴും അജ്ഞാനത്തിന്റെ ഹേതുവാണ്. അതുകൊണ്ടാണ് ഇവിടെ കംസനോട് ചോദിക്കുന്ന, കംസ അങ്ങ് ജ്ഞാനിയല്ലേ, ജനിച്ച ഒരാൾ മരിക്കുമെന്ന് അങ്ങേക്ക് അറിയില്ലേ, പിന്നെ അങ്ങേക്ക് ദുഃഖം വേണോ? രണ്ടാമത് കംസനോട് ചോദിച്ചു, അങ്ങ് ധീരനല്ലേ? എന്നാ ധീരൻ ആത്മബോധമുള്ളവൻ. ആത്മബോധമുള്ളവന് ശരീരബോധത്തിൽ കരയേണ്ട കാര്യം ഇല്ല. അങ്ങ് വീരനല്ലേ? വീരൻ ചെന്താ ശരീരബലം, അത് കറക്റ്റാണ്. കംസന് ശരീരബലം ഉണ്ട്. ഇത്രയും ശരീരബലമുള്ള അങ്ങ് ദേവകിയുടെ ഒരു കുഞ്ഞിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? അങ്ങേ ദേവന്മാർക്ക് പോലും ഭയമാണ്. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഇവിടെ ഈ ഒരു കുഞ്ഞിനെ ഭയക്കുന്ന? അങ്ങ് വീരനല്ലേ എന്ന് ചോദ്യം ചോദിച്ചു. അപ്പൊ അതോടുകൂടി കംസന്റെ മനസ്സൊന്ന് ഒലഞ്ഞു തുടങ്ങി. ആ സമയത്താണ് എന്ത് പറയുന്നത്? ദേവകിക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാനങ്ങ് തന്നേക്കാം, ഒരു ഓഫർ കൂടെ കൊടുത്തു, അല്ലേ? നമ്മളൊക്കെ അവസാനം അടിതെറ്റി വീഴുന്നതിനകത്താ, ഓഫറിനകത്താണ്, അല്ലേ? ഓഫറും കൂടെ വെച്ചു കൊടുത്തു. ഈ ഓഫറിനകത്തും അടിതെറ്റി വീഴുന്നത് എന്താണെന്നറിയോ? ഓഫർ എന്ന് പറയുന്നത് തന്നെ പറ്റിക്കലെന്നാണ് അതിനകത്ത്. മനസ്സിലല്ലേ? നമ്മൾ ഓണക്കാലത്തും വിഷുവിനും ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ഓഫറുള്ള കടയിൽ പോകാൻ നിൽക്കും. ഓഫർ കച്ചവട തന്ത്രമാണ്. നമ്മുടെ വസുദേവർ ഒരർത്ഥത്തിൽ അജ്ഞാനിയായ കംസൻ എന്ത് ചെയ്തു? കച്ചവടവൽക്കരണത്തിൽപ്പെടുത്തി ഓഫർ കൊടുത്തു. എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ തന്നേക്കാം. കംസൻ ഏറ്റു. അങ്ങനെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിനെ കൊണ്ടുകൊടുത്തു. ഈ കുഞ്ഞിനെ കൊടുത്ത സമയത്ത് കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. ഒന്നാമത്തവനല്ലേ, എട്ടാമത്തവനല്ലേ വധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തവനെ കൊല്ലണോ? വേണ്ട. കംസന്റെ കേവല ബുദ്ധിയിൽ തിരിച്ചു കൊടുത്തു. ഈ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോകുന്ന വേളയിൽ കംസൻ ഇതിൻ്റെ അടുത്തേക്ക് നാരദ മഹർഷി വന്നു ചേർന്നു. നാരദ മഹർഷി കംസനോട് ചോദിച്ചു, കംസ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കംസൻ എന്തൊക്കെയോ ഇവിടൊക്കെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായെന്ന് അറിഞ്ഞു. ഒന്നും അറിയാത്തതുപോലെ നാരദര് ചോദിച്ചു. കംസൻ പറഞ്ഞു, ദേവകിയുടെ കല്യാണം കഴിഞ്ഞോ? എന്നിട്ട് കല്യാണം കഴിഞ്ഞില്ലെന്ന് ഒരു അശരീരി കേട്ടു. എന്ത് കേട്ടു? ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്ന് കേട്ടു. കംസൻ പറയുകയാണ് നാരദരോട്. അപ്പൊ നാരദർ ചോദിച്ചു, എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ദേവകിയെ കൊല്ലാൻ ചെന്നു. അപ്പോഴോ ആ വസുദേവര് കിടന്ന് കരഞ്ഞ് കാല് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേവകിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ തരാം. കുഞ്ഞുങ്ങളാണല്ലോ കുഴപ്പം, തള്ളയല്ലല്ലോ. അപ്പൊ പിന്നെ തള്ളയെ കൊല്ലേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞ് ജനിച്ചു. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് ഇപ്പൊ കൊണ്ടു തന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്നിട്ടോ നീ എന്ത് ചെയ്തു? അത് ഞാൻ ആദ്യത്തെ കുഞ്ഞല്ലേ, ഒന്നാമത്തെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. തിരിച്ചു കൊടുത്തു. നാരദര് താടിക്ക് കൈ കൊടുത്തത് കംസനെ ഒന്ന് നോക്കി. കംസന് തോന്നി ഇരുത്ത കണ്ടിട്ട് എന്തോ അബദ്ധം ഞാൻ പറഞ്ഞു. എന്താ മഹർഷി അങ്ങനെ ഇങ്ങനെ കാട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നാരദൻ പറയാണ് കംസനോട്, കംസ നീ ഒരു വിഡ്ഢിയായി പോയല്ലോ. എന്താ നീ വിഡ്ഢിയായി പോയല്ലോ ചോദിക്കുന്നത്? നിന്റെ അന്തകനായി ജനിക്കും, ഇല്ലേ? ദേവകിയുടെ മക്കളെന്നല്ലേ കേട്ടത്. എന്നിട്ട് നീ ആ കുഞ്ഞിനെ വെറുതെ വിട്ടല്ലോ. ദേവകിയുടെ മക്കളെന്നല്ല കേട്ടത് മഹർഷി, കേട്ടത് എട്ടാമത്തെ പുത്രൻ എന്ന് തന്നെയാണ്, ഇല്ലേ? അതാണ് പറഞ്ഞു. അപ്പോ ഇവിടെ നാരദര് കംസനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കംസ നീ ഉദ്ദേശിക്കുന്ന കണക്ക് ദേവകിയുടെ പുത്രനായി വരാൻ പോകുന്നത് സാധാരണക്കാരനായ കുഞ്ഞ് അല്ല, വസുദേവന്റെ മകനാണെന്ന ഭാവത്തിൽ എത്തുന്നതാരാണ്? സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവാണ്. ആ വിഷ്ണുവിനെ കുറിച്ച് നിനക്കറിയില്ലേ? സ്വന്തം കാര്യം നേടിയെടുക്കാൻ, തീരുമാനിച്ച കാര്യം നേടിയെടുക്കാൻ ഏത് വഴിയും സ്വീകരിക്കുന്ന മായാജാലക്കാരനാണ് ആര്? വിഷ്ണു. മനസ്സിലായില്ലേ? അതിന് ചില ഉദാഹരണം പറഞ്ഞു കൊടുത്തു. മനുഷ്യനുമല്ല മൃഗവുമല്ലാതെ കരിങ്കൽ തൂണിൽ ഇരുന്നിട്ട് ജനിച്ചവൻ, പന്നിയുടെ രൂപത്തിൽ പോയി, ചെളിയിൽ കിടക്കുന്ന പന്നിയുടെ രൂപം ധരിക്കാൻ മടിയുണ്ടായില്ല, ആമയുടെ രൂപത്തിൽ പോയിട്ടുണ്ട്, അല്ലേ? അത് കഴിഞ്ഞ് ആണായിട്ട് നിന്നവൻ നിമിഷ നേരം കൊണ്ട് പെണ്ണായിട്ട് മാറി മോഹിനി അവതാരത്തിൽ.
മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഏത് രൂപം സ്വീകരിക്കാനും യാതൊരു മടിയില്ല. സ്വന്തം ഉദ്ദേശിക്കുന്ന കാര്യം നേടുക എന്നതിനപ്പുറം മറ്റൊരു ചിന്തയും ഇല്ലാത്ത ആളാണ് ആര്? വിഷ്ണു. അതുകൊണ്ട് ഏത് രൂപത്തിലും വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്. നാരദന് കംസനോട് പറയണം, നിന്നോട് എനിക്ക് സ്നേഹം കൂടുതലാണ്, അതുകൊണ്ട് പുറത്ത് പറയാൻ പാടില്ലാത്ത രഹസ്യം ഞാൻ നിന്നോട് പറയുകയാണെന്നുള്ളത്. എന്താ കാരണം? ഇങ്ങനെ പറഞ്ഞാലേ കംസന് പ്രിയം വരുത്തുള്ളൂ നാരദനോട്. മനസ്സിലായില്ലേ? എങ്കിലേ നാരദന് ഇപ്പോൾ ഉദ്ദേശിച്ച കാര്യം നടത്താൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ കംസനെ ഒന്ന് സുഖിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അജ്ഞാനികളെ കുരുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്താണെന്നറിയാവോ? അവരെ എതിർക്കാൻ പോകരുത്. പകരം എന്ത് ചെയ്യണം? അവരെ പുകഴ്ത്തണം, അവരെ സുഖിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇല്ലാത്ത ഗുണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അവരേതെങ്കിലും 11 കെവി പോയി തട്ടിക്കോളും. നമുക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരോട് നമ്മൾ കലഹിക്കാൻ പോകുന്നതിനേക്കാളും നല്ലൊരു വഴി എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് കൂടിയിട്ട് അവർക്ക് ഇല്ലാത്ത ഗുണമൊക്കെ പറഞ്ഞങ്ങ് പുകഴ്ത്തി കൊടുക്കണം. ഇന്ന് സുന്ദരനാണ്, സുന്ദരിയാണ്, ചേച്ചിയുടെ അത്രയും ചേട്ടൻ അത്രയും കഴിവുള്ള ആളില്ല, ചേട്ടൻ ഇരിക്കുന്നുണ്ട് അതെല്ലാം നടക്കുന്നത്, ചേട്ടൻ ഇല്ല എങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും നടക്കുമെന്നൊക്കെ ചോദിക്കണം. പിന്നെ ചേട്ടൻ റോഡിൽ കൂടെ വരുന്ന സൂപ്പർ ഫാസ്റ്റും കാണത്തില്ല, റോഡിലുള്ള കുഴിയും കാണത്തില്ല, ലൈംഗമ്പിയും കാണത്തില്ല, താഴെയുള്ള വേരും കാണത്തില്ല. കാര്യം എന്താ? സ്വയം മറന്ന് എവിടെങ്കിലും പോയി. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അമിതമായി നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അവർ നമ്മുടെ മിത്രമല്ല, അവർ നമ്മുടെ ഒന്നാന്തര ശത്രുവായിരിക്കും. കാര്യം സാധിക്കാനാണ് ഈ പുകഴ്ത്തൽ വരുന്നത്, അല്ലേ? ഇവിടെ പ്രിയം, നിന്നോട് എനിക്ക് പ്രിയമുണ്ടെന്നൊക്കെ പറഞ്ഞ കംസൻ നല്ല ആളാണ് എന്ന് ബോധിപ്പിച്ച് പ്രിയം വർദ്ധിപ്പിക്കാനാണ്. അപ്പൊ ചോദിച്ചു, ഇത് ഒന്നാമത്തവനല്ലേ? കംസൻ ചോദിക്കാണ്, ഒന്നാമത്തവൻ അല്ലേ? അപ്പോഴാണ് നാരദർ പറയുന്നത്, കംസ, ദേവന്മാർക്ക് മൊത്തത്തിലൊരു വിളിപ്പേരുണ്ട്, അഷ്ടമൻ. ദേവന്മാർ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, അഷ്ടമൻ. അഷ്ടമൻ വെച്ചാൽ 8 സ്വരൂപം. എല്ലാ ദേവന്മാരും അഷ്ടസ്വരൂപത്തോട് കൂടിയവരാണ്, അഷ്ടമൂർത്തികൾ. മനസ്സിലായില്ലേ? അഷ്ടലക്ഷ്മി, ശിവന് അഷ്ടമൂർത്തി, എല്ലാവർക്കും ഒരു അഷ്ട സങ്കല്പമുണ്ട്. ആ നിലയിൽ നോക്കിയാൽ 1ഉം 8ഉം എന്ന് പറയാൻ പറ്റില്ല. ഏതൊരുവനും അഷ്ടമൻ എന്ന പേരിന് അർഹമാണ്, 8ാമൻ എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആവാം. അപ്പൊ ചോദിച്ചു, അപ്പൊ ഈ ഒന്നാമത്തവൻ കുഴപ്പമാണല്ലേ, അവനെ മതിക്കണം. കംസം അപ്പൊ നാരദർ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, തീരുമാനമൊക്കെ നിൻ്റെത്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പോ പിന്നീട് എന്ത് ചെയ്തു? ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ ഇവിടെ നാരദർക്കൊരു ഉദ്ദേശമുണ്ട്. താൻ വന്ന കാര്യം നടത്തിയേ ആര് പോകുള്ളൂ? നാരദര് പോകുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കംസനെ കൊണ്ട് ദേവകീ പുത്രന്മാരെ വധിപ്പിക്കുക എന്നത് നാരദരുടെ ദൗത്യമാണ്. മനസ്സിലായില്ലേ? കംസനേക്കാൾ പ്രാധാന്യം ഇവിടെ നാരദർക്കാണ് ദേവകീ പുത്രന്മാരെ വധിപ്പിക്കുക എന്നുള്ളതിന്. അതിനുവേണ്ടി അവിടെ ആ കൊട്ടാരത്തിലെ തൂണുകൾ അങ്ങോട്ട് എണ്ണി കാണിച്ചു. ആ കൊട്ടാരത്തിലെ ഇങ്ങേ അറ്റം മുതൽ അങ്ങോട്ടുള്ള തൂണുകൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ തൂണ് എണ്ണി 1, മനസ്സിലായില്ലേ? അടുത്തത് 2, 3, 4, 5, 6, 7, 8. ഇവിടുന്ന് അങ്ങോട്ട് ആരെണ്ണി? നാരദരെണ്ണി. എന്നിട്ട് കംസനോട് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണാൻ പറഞ്ഞു. അപ്പൊ നാരദരെണ്ണി 1, കംസൻ എണ്ണി വരുമ്പോൾ എത്രയായി മാറും? 8ആയിട്ട് മാറും. അപ്പൊ ചോദിച്ചു, അപ്പൊ ഒന്നാമത്തവനും 8ാമത്തവനും കുഴപ്പമാണല്ലേ? അപ്പൊ നാരദര് വീണ്ടും പറഞ്ഞു, വീണ്ടും കംസ നീ വിഡ്ഢിവേഷം കെട്ടല്ലേ? ഒരു വൃത്തം വരച്ചു. എന്നിട്ട് ഈ ക്ലോക്കിന്റെ നമ്പർ അടയാളപ്പെടുന്ന കണക്ക് ഓരോ വരയിട്ടു, മുകളിലൊന്ന് സൈഡിലൊന്ന് ഇങ്ങനെ ഇട്ട് പൂർത്തീകരിച്ചു. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് എണ്ണാൻ പറഞ്ഞു. എണ്ണി വന്നപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിൽ 8 വന്നു. ഈ സൈഡിൽ നിന്ന് എണ്ണിയാൽ അതിൻ്റെ പുറകിൽ വരുമ്പോൾ 8, താഴെ നിന്ന് എണ്ണിയാൽ ഇവിടെ വരുമ്പോൾ 8, ഈ സൈഡിൽ നിന്ന് എണ്ണിയാൽ 8. അപ്പൊ ഏതൊന്നിനും തുടങ്ങിയാൽ അതിൻ്റെ അവസാനം വരുമ്പോൾ 8. മനസ്സിലായില്ലേ? അപ്പൊ കംസൻ ചോദിച്ചു, അപ്പൊ എല്ലാം 8ൽ പെടുവോ? പിന്നല്ലാണ്ട്. എന്നാൽ 8നെയും കൊന്നേക്കാം. നാരദര് പറഞ്ഞു, അത് നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നാരദര് യാത്ര പറഞ്ഞ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നാരദര് പോയി. എന്തിനാണ് നാരദർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത്? കംസൻ വെറുതെ വിട്ട ദേവകിയുടെ കുഞ്ഞുങ്ങളെ നാരദർ ഇത്തരത്തിൽ കംസനെ പ്രേരിപ്പിച്ച് കൊണ്ട് കൊല്ലിപ്പിക്കുന്നത് എന്തിനാണ്? അതെന്തുകൊണ്ടാണ്? ഇവര് ബ്രഹ്മപുത്രനായ മരീചി ദേവന്റെ മക്കളാണ്. മരീചി മഹർഷിയുടെ മക്കള് 6 പേരുണ്ട്. ഈ 6 പേരും
ബ്രഹ്മദേവനെ ഒരിക്കലും അപമാനിച്ചു. മുത്തശ്ശനായ ബ്രഹ്മദേവനെ പരിഹസിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും എത്ര അടുപ്പമുണ്ടെങ്കിലും ജ്ഞാനികളെ അപമാനിക്കാൻ പാടില്ല. അതിൻ്റെ ശിക്ഷ ഉണ്ടാവണം. എന്തിനാ ശിക്ഷ? ശിക്ഷ ശത്രുതാഭാവം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് കൊടുക്കുന്നത്, അല്ലേ? ഒരമ്മ കുഞ്ഞിനെ അടിക്കുന്നത് ശത്രുതാഭാവത്തിലാണോ സ്നേഹത്തിലാണോ? സ്നേഹം കൊണ്ടാണ്. പക്ഷെ അടിക്കുക എന്ന് പറയുന്നത് നോവിക്കലല്ലേ? പക്ഷെ ആ നോവിക്കലിനും ഉള്ളിൽ ഏത് സങ്കല്പമുണ്ട്? സ്നേഹം എന്നൊരു സങ്കല്പം ഉണ്ട്. അതുകൊണ്ട് ആ ശാസനം തെറ്റാണോ? ഒരു തെറ്റ് ചെയ്ത കുഞ്ഞിനെ ഒരു അമ്മ അടിച്ചു, അതിൻ്റെ പേരിൽ എന്നെ അടിച്ചു, എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതാണ്, എൻ്റെ അമ്മയെ ജയിലിൽ ഇടണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയാൽ പറ്റുമോ? വേണമെങ്കിൽ വാദിക്കാം, ഇന്നത്തെ തലമുറയൊക്കെ അത് ചെയ്യുന്നവരാണ്. പക്ഷെ പോവാറില്ല. എന്താ കാരണം? അവിടെ സ്നേഹം എന്നൊരു വികാരം, അല്ലേ, അവിടെയുണ്ട്. ഇതുപോലെയാണ് മുത്തശ്ശനായ ബ്രഹ്മാവും ശിക്ഷ കൊടുത്തു, ശാപം കൊടുത്തു. എന്തിനാണ്? സ്നേഹം കൊണ്ട്, തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ. എന്താണ്? 3 ജന്മം പോയി, മനസ്സിലായില്ലേ? അസുരകുലത്തിലും മനുഷ്യകുലത്തിലും ജനിക്കാൻ വേണ്ടി പറഞ്ഞു. ആദ്യത്തെ ജന്മം ഇവര് പ്രഹ്ലാദന്റെ സഹോദരന്മാരായി ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി ജനിച്ചു. അത് കഴിഞ്ഞവര് കാലനേമിയുടെ പുത്രനായി ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 6 പേരുമാണ് ദേവകിയുടെ മക്കളായി ജനിക്കുന്നത്. അപ്പൊ ഈ ജന്മത്തിലൂടെ തന്നെ ജനിച്ചാൽ ഉടനെ തന്നെ ഇവർക്ക് മോക്ഷം കൊടുത്ത് ഇവരെ ആ ജീവിതകാലം മുഴുവൻ നരകിപ്പിക്കാതെ തിരിച്ചയക്കണമെന്നത് നാരദരുടെ ഒരു ആഗ്രഹമാണ്. കാരണം നാരദരുടെ സഹോദരന്റെ മക്കളാണ് ഇവരാരുപേരും. മലീനി എന്ന് പറഞ്ഞാൽ നാരദന്റെ സഹോദരൻ ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നാരദർ ഒരു തരത്തിൽ ഇത് ചെയ്യിച്ചത്. ഇനി രണ്ടാമത്തെ തരത്തിൽ എന്താ? ഇവിടെ കൃഷ്ണാവതാരത്തിലേക്ക് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തയ്യാറാകുന്ന വേളയിൽ, ആ അവതാരത്തിലേക്ക് തയ്യാറാകുന്ന വേളയിൽ, അപ്പൊ ഇവിടെ നാരദരുടെ ഉദ്ദേശം ഈ കുട്ടികൾക്ക് മോക്ഷം കൊടുത്ത് തിരിച്ചയക്കുക എന്നുള്ളതാണ്. മറുഭാഗം എന്താ? സാക്ഷാൽ വിഷ്ണു കൃഷ്ണനായി അവതാരം ചെയ്യുമെന്ന് പറഞ്ഞ വേളയിൽ തന്നെ ദേവന്മാരെല്ലാവരും വിഷ്ണുവിനെ വന്ന് കണ്ടു. ഭഗവാനെ രാമാവതാര കാലത്ത് പോയതുപോലെ കാലതാമസം കൂടാതെ കംസനെ വധിക്കണം. മനസ്സിലായില്ലേ? രാമാവതാരം എന്തിനായിരുന്നു? രാവണനെ വധിക്കാനാണ്. പക്ഷെ ദീർഘകാലം എടുത്തിട്ടാണ് രാവണനെ വധിക്കുന്നത്. ബാല്യകാലം കഴിഞ്ഞു, യൗവനകാലം കഴിഞ്ഞു, വിവാഹകാലം കഴിഞ്ഞു, വനവാസ കാലഘട്ടം 14 വർഷം, അല്ലേ, തീരുന്ന വേളയിലാണ്. അപ്പോഴത്തേക്കാണ്ട് ഒരു 10-50 വർഷം കഴിഞ്ഞു. അത്രയും കാലം കൂടി രാവണന്റെ ദുഷ്ടത സജ്ജനങ്ങൾ സഹിക്കേണ്ടി വന്നു. അപ്പൊ അതുപോലെ കംസനെ വധിക്കാൻ പോകുമ്പോൾ അത്രയും ദീർഘകാലം എടുത്താൽ കംസനെ കൊണ്ടുള്ള പരാക്രമം അത്രയും കാലം കൂടി സഹിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ വേഗത്തിൽ ആരെ ഇവിടെ നയിക്കണം? കംസനെ നിഗ്രഹിക്കണം. അങ്ങനെ നിഗ്രഹിക്കണമെങ്കിൽ കംസനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള പാപങ്ങളുടെ കലവറ വർദ്ധിക്കണം. മനസ്സിലായില്ലേ? ഒരാളെ നിഗ്രഹിക്കണമെങ്കിൽ വെറുതെ നിഗ്രഹിക്കാൻ പറ്റുമോ? ഒരാൾക്കൊരു ശിക്ഷ വിധിക്കണമെങ്കിൽ തക്കതായ കുറ്റം വേണ്ടേ? അപ്പൊ കംസന് പരിപൂർണമായും കൂടുതൽ സമയമില്ലാതെ വധിക്കാനുള്ള കുറ്റങ്ങളുടെ പാപങ്ങളുടെ കലവറ, കംസന്റെ പാപങ്ങളുടെ കലവറ നിറയ്ക്കണം. ഏറ്റവും വലിയ പാപമല്ലേ ശിശുഹത്യ എന്ന് പറയുന്നത്, അല്ലേ? തിരിച്ചൊന്ന് പ്രതികരിക്കാൻ കഴിവില്ലാതെ, ഒന്ന് ബഹളം വെക്കാൻ കഴിവില്ലാതെ, ഒന്ന് ഓടി രക്ഷപ്പെടാൻ കഴിവില്ലാതെ, അല്ലേ, കിടക്കുന്നൊരവസ്ഥയിൽ ഒരു ശിശു എന്ന് ജനിച്ച ഉടനെ, അല്ലേ? നമ്മളൊക്കെ ഇപ്പോൾ കേമനാണ്, കേമിയാണ്, അല്ലേ, മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരെയും വെല്ലുവിളിക്കും. നമ്മൾ ആലോചിച്ചൊക്കെ ലോകത്തിലെ ഏറ്റവും പരാശ്രയത്തോടു കൂടി ദുർബലാവസ്ഥയിൽ കഴിഞ്ഞവർ നമ്മൾ മാത്രമോ, മനുഷ്യൻ മാത്രമോ? നമ്മളെ വീട്ടിലെ ഒരു പട്ടി പ്രസവിച്ചു എന്ന് നോക്കുക, ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കും, ഇല്ലേ? നടക്കത്തില്ലേ? ഒരാണോ പശുവോ എന്തോ മൃഗമോ ആയിക്കോട്ടെ, ഒരു 3-4 മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തിലുള്ളത് എഴുന്നേറ്റ് നടക്കും. അതിനെ തള്ളയെടുത്ത് പോയത് തനിയെ പാല് കുടിച്ചു തുടങ്ങും. ശരിയല്ലേ? നമ്മളോ? ജനിച്ച് വീണ എത്ര കാലം കഴിഞ്ഞിട്ടാ, അല്ലേ, ഒന്ന് നേരെ എഴുന്നേറ്റത്? അമ്മയെടുത്ത് മാറോട് ചേർത്ത് പാല് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഈ ആട്ടുകുട്ടികൾ കണക്കോ പട്ടുകുട്ടി കണക്കോ അമ്മയുടെ അടുത്ത് ചെന്ന് പാല് കുടിക്കാൻ പറ്റുമായിരുന്നോ? പറ്റുമോ? പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ പരാശ്രയത്തിൽ ജനിച്ചവരാണെന്നത് പോലും മറന്നിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ അഹങ്കരിക്കുന്നത്.
ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയ മാതാപിതാക്കളോടാണ് ചില മക്കൾ പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറിയാലുണ്ടല്ലേ എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെയാണ് 18 വയസ്സാവുമ്പോൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണ്ട, ഇന്നലെ റോഡിൽ നിന്ന് ഷൂളോ അടിച്ചവൻ്റെ സ്നേഹം മതി എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനെയും അമ്മയെ അപമാനിച്ചിട്ട് മിസ് കോൾ അടിച്ചവൻ്റെ കൂടെ മിസ്സായി പോകുന്നത് ആണും പെണ്ണും ഒക്കെ അല്ലേ? അച്ഛനും അമ്മയൊക്കെ പോയി കരഞ്ഞ് കാല് പിടിച്ചാൽ പോലും പറയും സ്നേഹമാണ് വലുത്. തമാശയ്ക്ക് പറഞ്ഞല്ല. നമ്മൾ ഈ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലേ എലിക്കുഞ്ഞ് കിടന്ന് എഴുന്നപ്പോൾ നമ്മളെ കഷ്ടപ്പെട്ട് കൊണ്ടു നടന്ന് അല്ലേ ഊണും ഉറക്കവും മാറ്റിവെച്ച് നമ്മുടെ മലമൂത്ര വിസർജനത്തിൽ കൂടെ കിടന്ന് നമ്മളൊന്നും ഞെരങ്ങിയാൽ സ്വന്തം ഉറക്കത്തെ കളഞ്ഞ് എല്ലാ സുഖത്തെയും മാറ്റിവെച്ച് നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ നമുക്ക് നൽകിയത് സ്നേഹമാണെന്ന തിരിച്ചറിവ് പോലും ഇല്ലാത്തവരായിട്ടല്ലേ ഇന്നത്തെ തലമുറ വളരുന്നത് അല്ലേ? നമ്മളൊക്കെ ജനിച്ചതിന് ശേഷവും വളർന്നതിന് ശേഷമാണ് ലോകത്തെ പലരും നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നത് അല്ലേ? കവിതാക്കളൊക്കെ ഉണ്ടാവുന്നത് 10, 16, 17 വയസ്സെത്തി നമുക്ക് സൗന്ദര്യവും കഴിവും ഒക്കെ ഉണ്ടെന്ന് കാണുമ്പോഴാണ് റോഡിൽ നിന്ന് ഷൂളോ അടിക്കാനും മിസ് കോൾ അടിക്കാനും മനസ്സിലായില്ലേ ഓഫർ തരാനൊക്കെ ആൾ വരുന്നത്. പക്ഷെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് കറുത്തതാണോ വെളുത്തതാണോ, കൈയുണ്ടോ കാലുണ്ടോ, മൂക്കുണ്ടോ, സംസാരിക്കാനുള്ള കഴിവുണ്ടോ, മനസ്സിലായില്ലേ, ബുദ്ധിയുണ്ടോ ബുദ്ധിയില്ലയോ, ഇതൊന്നും അറിയുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചവരല്ലേ നമ്മുടെ മാതാപിതാക്കൾ അല്ലേ? അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മൾ അറിയുന്നുണ്ടോ കൈയുണ്ടോ കാലുണ്ടോ എന്ന്? കറുത്തതാണോ വെളുത്തതാണോ എന്ന് അറിയുന്നുണ്ടോ? തടിച്ചതാണോ മെലിഞ്ഞതാണോ എന്ന് അറിയുന്നുണ്ടോ? സംസാരിക്കാൻ കഴിവുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. ഇതൊന്നും അറിയുന്നതിന് മുമ്പ് ഒരു ജീവന്റെ തുടിപ്പായി വന്ന സമയം മുതൽ അല്ലേ നമ്മളെ സ്നേഹിച്ചവരാരാ? നമ്മുടെ മാതാപിതാക്കളാണ്. നാളെ നമ്മൾ ഏറ്റവും അവശതയിലെത്തിയാലും ഇപ്പോൾ വന്നു ചേരുന്നവർ പലരും നമ്മളെ ഉപേക്ഷിച്ചു പോകും. പക്ഷെ ആരുപേക്ഷിക്കില്ല? മാതാപിതാക്കൾ ഉപേക്ഷിക്കില്ല. ആ മാതാപിതാക്കളുടെ സ്നേഹത്തിന് പോലും ഇന്ന് വിലയില്ലാത്ത കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? പറഞ്ഞു മനസ്സിലല്ലേ? ഒരു ചെറിയൊരു അനുഭവം മാത്രം പറയാം. ഒരിക്കലും ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി ഒരു പ്രണയമൊക്കെ ഉണ്ടായി ഒരാളോട് വിളിച്ചോളൂ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതിയൊക്കെ കൊടുത്ത് പോലീസുകാർ വിളിച്ചുകൊണ്ട് വന്ന് കൊണ്ടുപോകും. അപ്പോൾ ഈ മാതാപിതാക്കൾ സ്റ്റേഷനിൽ പോയപ്പോൾ വന്ന് കൂടെ ഒന്ന് വരണേന്ന് പറഞ്ഞ് വിളിച്ച് കൂടെ പോയി. അങ്ങനെ ഈ മാതാപിതാക്കളോട് ഞാനും പറഞ്ഞു, നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ ആ കുട്ടിയോട് മനസ്സ് തുറന്നൊന്ന് കരഞ്ഞൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാനിതൊക്കെ പറഞ്ഞ് അകത്തോട്ട് കഴിയുമ്പം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നവരെ പറഞ്ഞു സംസാരിക്കും, അങ്ങനെയെങ്കിലും മനസ്സൊന്ന് ഇളവാൻ വേണ്ടി. ഈ അച്ഛനും അമ്മയും കയറി കരഞ്ഞ് കാല് പിടിച്ച് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും ഈ പെൺകുട്ടി ചലിച്ചിട്ടില്ല. അവസാനം ഈ SI പറഞ്ഞു, എന്നോട് പറഞ്ഞു, അഭിലാഷം നിങ്ങളൊന്ന് സംസാരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരു മാറ്റം വന്നല്ല. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചത്, മാമൻ ഈ ക്ഷേത്രത്തിലൊക്കെ പ്രഭാഷണത്തിലൊക്കെ പോകുന്നതാണല്ലേ? ഞാൻ പറഞ്ഞതാണ്. സ്നേഹം നല്ലതല്ലേ? ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സ്നേഹിക്കുന്നവരെ അകറ്റുന്നത് പാവമല്ലേ മാമൻ എന്തിനാ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ ആ കുട്ടിയോട് തിരിച്ചു ചോദിച്ചു, ഇത്രയും കാലം നിന്നെ വളർത്തിയ നിന്റെ മാതാപിതാക്കൾ അവർ നിനക്ക് തന്നത് സ്നേഹമല്ലേ? അവനോട് പരിചയം വന്നിട്ട് ആകെ 6 മാസമേ ആയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഈ എപ്പിസോഡ് പ്രേമിച്ച് കിട്ടിയവർക്കുള്ളതല്ല. ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുക. മനസ്സിലായില്ലേ? ഈ എപ്പിസോഡ് നിങ്ങൾ കട്ട് ചെയ്ത് കണ്ടാൽ മതി. സ്നേഹിക്കാൻ തെറ്റൊന്നുമല്ല, അതൊക്കെ ആവാം. പക്ഷേ ജീവിതത്തെ സുഖകരമാക്കാനും, മനസ്സിലായില്ലേ, ജീവിതത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതും അർഹതയുള്ളതും യോജിക്കുന്നതുമായിരിക്കണം. പല പ്രേമവും അങ്ങനെയാണോ? ആണോ? പുറം കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഒരു ടീനേജ് പ്രായം കഴിയുമ്പോൾ ഈ ലോകം എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ എനിക്കെല്ലാം അറിയാം, എൻ്റെ കാര്യം ഞാനാ നോക്കുന്നത് എന്ന് തീരുമാനമെടുക്കുന്ന വിഡ്ഢികളാണ് നമ്മുടെ കുട്ടികൾ. വലിയൊരു ശതമാനം അല്ലേ? ആണോ അല്ലേ? ഇതുപോലെ തന്നെ ഒരു പ്രേമ വിഷയത്തിൽ ഒരിക്കൽ സംസാരിക്കാൻ പോയി. രക്ഷകർത്താക്കളൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഒരു 2-2.5 മണിക്കൂറോളം ഈ പെൺകുട്ടിയോട് ഇന്ന് സംസാരിക്കേണ്ടി വന്നു. എന്നിട്ട് ഇവൾ മനസ്സ് തുറക്കണില്ല. അങ്ങനെ പലതും പറഞ്ഞ് അവസാനം ഈ പയ്യൻ
പലതരത്തിലുള്ള ദുശീലമുള്ളവനാണ്. ഇതൊക്കെ സത്യമാണ്, ഉള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വീട്ടുകാർ തന്നൊരു വാർത്ത ഏറ്റവും അവസാനം ഈ പെൺകുട്ടി മാറാൻ വേണ്ടി പത്രവാർത്തയിലൊരു കാര്യം കാണിച്ചെന്താ, ഈ പയ്യനെ 6 മാസം മുമ്പ് കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. മനസ്സിലായില്ലേ? അത്തരത്തിൽ പോലുമുള്ള ദുർഗുണമുള്ളവനാണ് ഇത് കാണിച്ചിട്ട് മോളെ നിന്റെ ഭാവി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത്, മാമ ഇതെല്ലാം എന്നോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? വെള്ളമടിക്കും, പുകവലിക്കും, കഞ്ചാവ് ഉപയോഗിക്കും, കഞ്ചാവ് കച്ചവടത്തിന് പോയിട്ടുണ്ട്, ഇതെല്ലാം എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ നിന്നോട് സ്നേഹമുണ്ടോ എല്ലാം തുറന്നു പറയുന്നത്. മനസ്സിലായില്ലേ? എല്ലാം പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു എന്താണ്, ഞാൻ ചോദിച്ചു ഇത്രയും ഉള്ളവൻ്റെ കൂടെ പോയ ജീവിതം എന്തായിരിക്കും? അപ്പോഴാണ് ഈ പെൺകുട്ടി പറയുന്നത്, ചേട്ടൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ, അന്നത്തെ ദിവസം മുതൽ ഞാൻ നന്നാവും, ഒരു ദുശീലവും പിന്നെ ഉണ്ടാവില്ല. നല്ല ഉറപ്പാണ്. കല്യാണം കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ ദുശീലമൊന്നും ഉണ്ടാവില്ല, ചേട്ടന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അതെങ്ങനെ ഉറപ്പ് തന്നെ? ചേട്ടൻ എനിക്കൊരു സിനിമ ഇട്ട് തന്നു, ആ സിനിമയിലെ നായകൻ എല്ലാ ദുശീലമുള്ള ആളാണ്, പക്ഷെ കല്യാണം കഴിച്ചതോടുകൂടി അയാൾ നന്നായി, അതുപോലെ നീ എന്നെ നന്നാക്കിയാൽ മതി, ഞാൻ നന്നാവും. എന്ത് രസമാണെന്ന് ആലോചിച്ചൊക്കെ ആ മനസ്സിൻ്റെ ഭാവം. പരമാവധി പറഞ്ഞു നോക്കിയിട്ട് ആ പെൺകുട്ടി ചാടി. പറഞ്ഞിട്ട് വരുമ്പോൾ 18 വയസ്സ് തികഞ്ഞിട്ടില്ല. 18 വയസ്സ് തികഞ്ഞ് 2ാമത്തെ മാസമായ പെൺകുട്ടി ആ പയ്യനോട് വീട്ടുകാരെ വിട്ട് ഒളിച്ചോടി. അങ്ങനെ എല്ലാ ഉറപ്പും നേടി കല്യാണം കഴിഞ്ഞതിനെന്ന് നന്നാവും എന്ന് പറഞ്ഞു പോയ ആ പെൺകുട്ടിയുടെ മൃതശരീരം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ബന്ധുക്കളെ കൂടെ പോയി നിന്ന് വാങ്ങാൻ ഞാനും കൂടി പോകേണ്ടി വന്നു. മനസ്സിലായോ? സിനിമയല്ല ജീവിതം, കഥകളല്ല ജീവിതം. ജീവിതത്തിൻ്റെ അർത്ഥവും യാഥാർത്ഥ്യവും നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. തിരഞ്ഞെടുക്കുന്നത് നല്ലതാണെങ്കിൽ തിരഞ്ഞെടുത്തോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ചില പോരായ്മകളൊക്കെ ആണെങ്കിൽ മാതാപിതാക്കളോട് സഹകരിച്ചാൽ അത് മാറും. പക്ഷേ പുറമേ കാണുന്ന ബഹളവും വെപ്രാളവും കണ്ട് തിരഞ്ഞെടുക്കാൻ പോയാൽ ജീവിതം നാശമായി മാറും എന്ന് നമ്മൾ തിരിച്ചറിയും. ശരി, അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചു വന്ന വിഷയത്തിലേക്ക് തന്നെ വരാം. ആ കംസനെ പാപങ്ങളുടെ കലവറകൾ കൊണ്ട് നിറച്ചു. അങ്ങനെയാണ് ഇവരെ 6 പേരെയും വധിച്ചു. 7ാമത്തെ കുട്ടി ലക്ഷ്മണനായിരുന്ന അനന്തനാണ്. അന്ന് രാമാവതാര കാലത്ത് തന്നെ ജ്യേഷ്ഠന്റെ സ്ഥാനം നൽകാമെന്ന് രാമൻ കൊടുത്ത ഒരനുഗ്രഹം. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് ആര് വന്നു? അനന്തൻ വന്നു ചേർന്നു. അനന്തൻ അങ്ങനെ വന്നു ചേർന്നു എന്ന് മാത്രമല്ല, ലക്ഷ്മണാവതാര കാലത്ത് ആ ലക്ഷ്മണൻ ഏറ്റവും പ്രിയപ്പെട്ട നാമം എന്തായിരുന്നു? രാമൻ എന്നതായിരുന്നു, അല്ലേ? ആ രാമൻ എന്ന നാമത്തിന് വേണ്ടിയിട്ടാണ് വനത്തിൽ ലക്ഷ്മണൻ പോകാൻ പറഞ്ഞിട്ടില്ല, പോകാൻ തയ്യാറായി. ഊർമിളയെ അതിനുവേണ്ടി മാറ്റി നിർത്താനും ലക്ഷ്മണൻ തയ്യാറായി. സ്വന്തം പിതാവിനെ പിടിച്ചു കെട്ടണമെങ്കിൽ പോലും രാമനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യാമെന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ലക്ഷ്മണന് ആ കൃഷ്ണാവതാര കാലത്ത് ആ ലക്ഷ്മണനായിരുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട നാമം രാമൻ എന്ന നാമം തന്നെ സ്വന്തം നാമമായി കിട്ടി. അതാണ് ബലരാമൻ. മനസ്സിലാവുന്നുണ്ടോ? ആ നാമം തന്നെ അവിടെ കിട്ടി. ഇത് കഴിഞ്ഞ് 8ാമത്തെ കുട്ടിയായിട്ട് ദേവകിയുടെ ഉദരത്തിൽ ഭഗവാൻ വന്നു ചേർന്നു. ആ ഭഗവാൻ വന്നു ചേർന്നതോടുകൂടി കംസൻ തൻ്റെ കാരാഗൃഹത്തിനുള്ളിൽ എല്ലാവിധമായ തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ച് വിഘ്നങ്ങളൊക്കെ സൃഷ്ടിക്കാതെ കൈവിലങ്ങളൊക്കെ സ്ഥാപിച്ചു. അതുപോലെ അഴികളൊക്കെ പൂട്ടി കാവൽക്കാരെയൊക്കെ നിർത്തി ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണിയിൽ ഭഗവാൻ ജന്മമെടുത്തു. ഇവിടെ ഭഗവാൻ ജന്മമെടുത്തതിനെ കുറിച്ച് പറഞ്ഞ അഷ്ടമി രോഹിണി. അഷ്ടമി എന്ന് പറഞ്ഞാൽ 8, അല്ലേ? 8 എന്തിനെ ആധാരമാക്കിയിട്ട് 8 എന്ന് പറയുന്നത്? തിഥിയാണ്. തിഥി എന്ന് വെച്ചാൽ സൂര്യനെ ആധാരമാക്കിയാണ് തിഥി പറയുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനം നിർണയിക്കുന്നത് സൂര്യനാണ്. നവഗ്രഹങ്ങളുടെ നാഥനാരാ? സൂര്യനാണ്. മനസ്സിലായില്ലേ? അപ്പൊ സൂര്യനെ ആധാരമാക്കിയ തിഥി, ആ തിഥിയെ ആധാരമാക്കി 8 എന്ന സംഖ്യ. ഇനി ഇതുപോലെ വേറെ ഏതെങ്കിലും ദേവനുണ്ടോ? നമ്മളിടയ്ക്ക് പറഞ്ഞു രാമൻ, രാമ നവമി, അല്ലേ? ഈ 2 ദേവന്മാരെ സംഖ്യ. ഈ സംഖ്യ ഇവരുടെ സ്വരൂപത്തെ കുറിച്ചിട്ടാണ്. 8 സംഖ്യാശാസ്ത്രം അനുസരിച്ച് സംഖ്യ എത്ര മുതൽ എത്ര വരെയാ ഉള്ളത്? 1 മുതൽ 9 വരെ മാത്രമേ സംഖ്യയുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ ഇരട്ടിക്കലും കുറയ്ക്കലും കൂട്ടലും ഒക്കെയാണ്. മനസ്സിലായില്ലേ? ആ സംഖ്യയിൽ 2 സംഖ്യയ്ക്ക്
പൂർണ്ണസംഖ്യ എന്നും മായാസംഖ്യ എന്ന് പറഞ്ഞ 2 സംഖ്യയുണ്ട്. അതിലെ പൂർണ്ണസംഖ്യയാണ് 9, 8 മായാസംഖ്യയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു രാമൻ മനുഷ്യാവതാരത്തിൽ ജനിച്ചു, മനുഷ്യലീലകൾ തന്നെ ആടി. അതാണ് രാമന്റെ പ്രത്യേകത. കൃഷ്ണൻ മനുഷ്യരൂപത്തിൽ ജനിച്ചു, ആടിയത് മുഴുവൻ ഈശ്വര ലീലകളാണ്. അപ്പോൾ ഒരു മായാരൂപനാണ് കൃഷ്ണൻ. ഇനി ഈ സംഖ്യ വെച്ച് നോക്കിയാൽ രാമനാണ് 9, പൂർണ്ണസംഖ്യയാണ്. പൂർണ്ണസംഖ്യയുടെ പ്രത്യേകത എന്താ? നമ്മൾ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാധായ അല്ലേ എന്നത് ശ്ലോകം കേട്ടിട്ടില്ലേ? എടുത്താലും വീണ്ടും പൂർണ്ണം എന്ന് പറയുന്നത് പോലെ ഈ 9നെ അതിന് ഇരട്ടിയൊക്കെ എടുത്ത് എത്ര കിട്ടി? 18. ഈ 1ന്റെയും 8ന്റെ ഇടയ്ക്ക് ഒരു അധികം ഇട്ടാൽ എത്ര കിട്ടും? 9. പഴയ സംഖ്യ തിരിച്ചു കിട്ടി. 3 ഇരട്ടി എടുത്താലോ 9ന്റെ 27. അവിടെ ഇടയ്ക്കൊരു അധികം ഇട്ടാലോ 9. മേപ്പോട്ട് ഇട്ട് നോക്കിയാൽ മതി, എവിടെ വരെ പോകുന്ന കാണാം. ഇനി ഇതേ സംഖ്യയുടെ ഇരട്ടി എടുത്തപ്പോഴും 3 ഇരട്ടി എടുത്തപ്പോഴും പഴയ സംഖ്യ തന്നെ തിരിച്ചു. ഇനി 8 എന്ന് പറയുന്ന സംഖ്യ എന്നെടുത്ത് 8ന്റെ ഇരട്ടി എത്രയാ? ഇടയ്ക്കൊരു അധികം ഇട്ടാൽ എത്ര വന്നു? 1 കുറഞ്ഞു ഇല്ലേ? ഇനി 8ന്റെ 3 ഇരട്ടി എത്രയാ? 24. അധികം ഇട്ടാൽ എത്ര വന്നു? ആദ്യം കുറഞ്ഞ 1ൽ നിന്ന് വീണ്ടും കുറയില്ലേ? മനസ്സിലല്ലേ? അപ്പൊ ഇരട്ടി എടുക്കുമ്പോഴും 3 ഇരട്ടി എടുക്കുമ്പോഴും സ്ഥിരഭാവം കാണാതെ, മനസ്സിലായില്ലേ, കുറവിനെ കാട്ടിക്കൊണ്ട് മറയപ്പെടുന്നതാണ് മായാസംഖ്യ. പൂർണ്ണമായ സംഖ്യ തിരിച്ചു വരുന്നതിന് പൂർണ്ണ സംഖ്യ എന്നും കൂടി പറയാം. ഇനി ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു, രാമന്റെ പ്രകൃതമെല്ലാം ധർമാധിഷ്ഠിതമാണ് അല്ലേ? രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമനെ കുറിച്ച് പറയുന്നത് ധർമ്മത്തിന്റെ സ്വരൂപമാണ്. ആര്? രാമൻ. ധർമ്മം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ആരെ പഠിക്കണം? രാമനെ പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ കൃഷ്ണൻ ധർമ്മത്തിന്റെ സ്വരൂപമല്ലേ? അല്ലേ? അല്ല, കൃഷ്ണൻ ധർമ്മ സംരക്ഷകന്റെ വേഷമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ധർമ്മം വിട്ടുള്ള പണിയും കൃഷ്ണൻ കാണിക്കുന്നുണ്ട്, കൃഷ്ണൻ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? വലിയ തെറ്റിനെ ഇല്ലാതാക്കാൻ വേണമെങ്കിൽ ഒരു ചെറിയ തെറ്റാവാം. ഇത് കൃഷ്ണന്റെ പോളിസിയാണ്. ആധുനിക മാനേജ്മെന്റുകാരനാണ് കൃഷ്ണൻ. അങ്ങനല്ലേ കർണനെ വധിച്ചത്? അല്ലേ? അങ്ങനല്ലേ ജയദ്രനെ മുമ്പിൽ ചക്രം കൊണ്ട് സൂര്യനെ മറച്ചിട്ട് രാത്രിയാണെന്ന് തോന്നിച്ച് പുറത്തിറക്കിയിട്ട് വധിച്ചത്? അങ്ങനല്ലേ ഭീഷ്മരെ മുമ്പിൽ ശിഖണ്ഡിയെ നിർത്തി വധിച്ചത്? അല്ലേ? മനസ്സിലായില്ലേ? തന്ത്രങ്ങൾ കൊണ്ട് എങ്ങനെയാണോ പിടിച്ചു നിൽക്കേണ്ടത് എല്ലാവരും കാട്ടിയിട്ടുണ്ട് കൃഷ്ണൻ. അതുകൊണ്ട് ചില കാര്യത്തിൽ കൃഷ്ണനെ പൂർണ്ണ ധർമാചാരത്തിൽ പോയ ആളെന്ന് പറയാൻ പറ്റില്ല. ധർമ്മ സംരക്ഷകനാണ് കൃഷ്ണൻ. ശരിയല്ലേ? രാമൻ ധർമ്മത്തിന്റെ സ്വരൂപം. ധർമ്മത്തിൻ്റെതല്ല. എന്ത് ദുഃഖം സഹിക്കേണ്ടി വന്നാലും സഹിച്ച് ധർമ്മത്തിൽ നിന്ന് വിട്ടുവീഴ്ച ആദ്യം വരുത്തിയിട്ടില്ല, രാമൻ വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യ അല്ലേ കളങ്കിതയാണെന്ന് പറഞ്ഞപ്പോ ഉപേക്ഷിച്ചു രാമൻ. ആ രാമൻ ഉപേക്ഷിച്ചത് കഠിന മനസ്സോടെയല്ല. വാൽമീകി രാമായണം എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ ഉപേക്ഷിച്ച രാമൻ പിന്നെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി പൊട്ടിക്കരയുക ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലക്ഷ്മണനോടും ഭരതനോടും പറയുന്നുണ്ട്, ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ, ആ തീരുമാനത്തിന് എതിർത്തൊരു വാക്ക് നിങ്ങൾ പറയരുത്. കാരണം എന്താ? ഇവരൊന്ന് എതിർത്താൽ രാമൻ അവിടെ തളർന്നു പോകും. എന്നിട്ടാണ് സീതയെ ഉപേക്ഷിക്കുന്നത്. എന്നിട്ട് പോയിരുന്ന് വിലപിക്കുന്ന രാമനെ നമുക്ക് കാണാം. മനസ്സിലായോ? കാരണം ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി അല്ലേ ഏത് പ്രതിസന്ധികളെയും രാമൻ നേരിട്ടിട്ടുണ്ട്. കൃഷ്ണാവതാരത്തിൽ അങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല. കൃഷ്ണൻ ഏതെങ്കിലും സമയത്ത് കരഞ്ഞിട്ടുള്ള അവസ്ഥ കണ്ടുണ്ടോ? യഥാർത്ഥത്തിൽ കൃഷ്ണന് രാമന് പകരം കൃഷ്ണനായിരുന്നെങ്കിൽ രാവണൻ സീതയെ കൊണ്ടുപോയെന്ന് പറഞ്ഞെങ്കിൽ കൃഷ്ണൻ പറഞ്ഞേനെ അത് പോട്ടെ, വേറെ നോക്കാം അല്ലേ? തമാശ രൂപേണ പറഞ്ഞതാണ്. കാരണം കൃഷ്ണന്റെ ഭാവം അങ്ങനെയാണ്. എല്ലാം നിസ്സാരമാണ്, എന്നാൽ ഗൗരവമാണ്. മനസ്സിലായില്ലേ? സദാ പുഞ്ചിരിക്കുന്ന ഭാവം. ഒരിടത്ത് പോലും കൃഷ്ണനെ ദുഃഖഭാവത്തിൽ കണ്ടിട്ടില്ല. ചിലർ പറയും, ഒരു ഭംഗ്യാധരേണ പറയും, കുചേലനെ കണ്ടപ്പോൾ കൃഷ്ണൻ ഒന്ന് കരഞ്ഞു എന്ന് പറയും. പക്ഷെ യഥാർത്ഥം അവിടെ കരഞ്ഞു എന്നുള്ളതല്ല, അവർ നമ്മളെ ബന്ധത്തിന്റെ ദൃഢത ബോധിപ്പിക്കാൻ, മനസ്സിലായില്ലേ, ചില സാഹിത്യകാരന്മാരും ഭാവന കൊണ്ടൊന്ന് പറഞ്ഞ് പൊലിപ്പിച്ചതാണ്. ഒരിടത്തും കൃഷ്ണൻ കരഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ജീവിക്കുന്ന സ്വന്തം മക്കൾക്ക് വേണ്ടിയല്ലേ അല്ലേ? ആ മക്കളും കുലവും വംശവും ഒന്നടങ്കം നശിക്കുമ്പോഴും കൃഷ്ണൻ കരഞ്ഞിട്ടില്ല.
ശരിയല്ലേ? സ്വന്തം ശരീരത്തെ വെടിയാൻ കാരണമായിട്ട് വേടന്റെ അമ്പ് ഏൽക്കുന്ന സമയത്തും ആ വേടനെയും അനുഗ്രഹിച്ചു. നമുക്കതെങ്കിലും പറ്റുമോ? ഇപ്പൊ രാമൻ ധർമ്മസ്വരൂപനാണ്, കൃഷ്ണൻ ധർമ്മ സംരക്ഷണം. അതുകൊണ്ടാണ് നമ്മുടെ ആചാരങ്ങളിൽ ചില ഘടകങ്ങളും കൂടി കടന്നു വരും. നമ്മളിപ്പോൾ ശബരിമല യാത്ര വലിയൊരു തീർത്ഥാടനമാണ് അല്ലേ? ഇപ്പോഴൊക്കെ അത് രാവിലെ പോയി വൈകിട്ട് വരുന്ന കണക്കായി. പണ്ടങ്ങനെയല്ല, വലിയ തീർത്ഥം. പണ്ട് നേരത്തെ കാനനപാത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പമ്പയിലൂടെയുള്ള പാത രൂപപ്പെട്ടിട്ട് ഒരു 10-60 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുൻകാലത്ത് ഈ പമ്പയിലൂടെയുള്ള പാത ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഫുള്ള് കാനനപാതയാണ്. അതുപോലെ പമ്പയുടെ അടുത്ത് വരെ വണ്ടി ചെല്ലുന്ന സംവിധാനങ്ങളും ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? വളരെ ദൂരം നടന്നിട്ടാണ് പോകുന്നത്. അപ്പൊ ആ യാത്രയിലൂടെ പറയുന്ന ഒരു തത്വമുണ്ട്, ആചാരത്തിലൂടെ. എന്താ പറയുന്നത്? അവിടെയാണ് അവിടെ ഈ പറയുന്ന ശബരിമല യാത്രയില്, ആ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ഗുരുസ്വാമി അല്ലേ? ഗുരുസ്വാമിമാരുടെ കൂടെ പോകണം എന്ന് പറയാം. എന്താ ഗുരുസ്വാമി? നമ്മൾ പറയുന്ന 18 മലയാട്ടിയ ഗുരുസ്വാമി എന്ന് പറയാം. അല്ല, 18 തത്വബോധത്തെ നേടിയവനാരോ ഗുരുസ്വാമി. 18 മലകൾ കടന്നവൻ എന്ന് പറഞ്ഞാൽ 18 പടി അല്ലെങ്കിൽ 18 മല എന്ന് പറയപ്പെടുന്നത് 18 ജ്ഞാന സമ്പ്രദായം, ബോധത്തിലേക്ക് എത്തവൻ ഗുരുസ്വാമി. അങ്ങനെയുള്ള ഗുരുസ്വാമിമാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഈ ഗുരുസ്വാമി രാമായണം ചൊല്ലി മല കയറണം. മനസ്സിലായോ? രാമായണം ചൊല്ലി മല കയറണം. 18ാം പടിക്ക് മുമ്പിലെത്തുമ്പോൾ പട്ടാഭിഷേകം പറഞ്ഞ് അവസാനിപ്പിക്കണം. കാരണം എന്താ? ധർമ്മശാസ്താവിനെ കാണാൻ പോകുന്നു അല്ലേ? ധർമ്മം എന്താണെന്ന് ജീവിതത്തിൽ ആചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പറയുന്ന ആളാണ് ധർമ്മശാസ്താവ്. ധർമ്മത്തെ ശാസനയോടെ നടപ്പിലാക്കൽ. അപ്പൊ ധർമ്മം എന്താണെന്ന് അറിഞ്ഞാലല്ലേ പാലിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് രാമകഥ ചൊല്ലി മല ചവിട്ടണം. ഇതാണ് ആചാരം. തിരിച്ചിറങ്ങുമ്പോഴോ ജയഗോവിന്ദം ചൊല്ലി ഇറങ്ങണം, ഗീത ചൊല്ലി ഇറങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ലോപിച്ച് പലതും ഇങ്ങനെ ലോപിച്ച് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പേട്ട തുള്ളി പോകുമ്പോൾ ഒരു നാമം ജപിക്കുമായിരുന്നു. എന്താ പേട്ട തുള്ളുമ്പോൾ? തിന്തകത്തോ ഇല്ലേ? ഇപ്പൊ നമുക്ക് തിന്തകത്തോ ആണ്. യഥാർത്ഥത്തിൽ അങ്ങനല്ല, നിന്റെ അകത്തോ. സ്വാമി നിന്റെ അകത്തോ. അപ്പൊ കേൾക്കുന്നവരെന്ത് പറയണം? സ്വാമി എൻ്റെ അകത്ത്, അയ്യപ്പൻ നിന്റെ അകത്തോ. മനസ്സിലായില്ലേ? അപ്പൊ അയ്യപ്പൻ എൻ്റെ അകത്ത്, സ്വാമി നിന്റെ അകത്തോ. അപ്പൊ അയ്യപ്പൻ എൻ്റെ അകത്തുണ്ട്, നിന്റെ അകത്ത് സ്വാമിയുണ്ടോ? എൻ്റെ അകത്ത് സ്വാമിയുണ്ട്, നിന്റെ അകത്ത് അയ്യപ്പനുണ്ടോ? മനസ്സിലായില്ലേ? അങ്ങനെ പരസ്പരം എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ചൈതന്യ രൂപം ഒന്നു തന്നെയാണ് എന്ന ആത്മബോധത്തിലേക്ക് ഉയരുവാനാണ് പേട്ടതുള്ളൽ. ശരീരത്തെ മറന്ന് ശരീര സൗന്ദര്യത്തെ വെടിഞ്ഞ്, കാര്യം ശരീര സ്മരണയിലും ദേഹാഭിമാനത്തിലും അല്ലേ സൗന്ദര്യവൽക്കരണം വരുന്നത് അല്ലേ? അതാണ് അവിടെ കരിയും ചാന്തും ഒക്കെ വാരി തേക്കുന്നത്. മനസ്സിലായില്ലേ? പണ്ട് യുദ്ധം നടന്നതിൻ്റെ പ്രതീകം എന്നൊക്കെ പറയുമെങ്കിലും ഇന്നും ആചരിക്കുന്നതിൻ്റെ തത്വം അതാണ്. അപ്പൊ ഉള്ളിലുള്ള ആത്മബോധത്തെ കണ്ടെടുക്കാനാണ് ശബരിമല ദർശനം എന്ന് കൂടി പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, ഇനി ഈ സംഖ്യയിൽ 8 എന്ന സംഖ്യ ഒന്നുകൂടെ എടുക്കാം. ഭഗവാന്റെ സ്വരൂപം അഷ്ടതാ പ്രകൃതിയാണ്. നാരദനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അഷ്ടമൻ എന്നൊരു പേരുണ്ടെന്ന് അല്ലേ? ഈ അഷ്ടമൻ എന്ന പേര് എന്തുകൊണ്ടാണ് വന്നത്? എല്ലാ ഈശ്വരന്മാരും ഈ സൃഷ്ടി സ്വരൂപത്തിൽ ഒരുപോലെയാണ് അല്ലേ? നമ്മളാണ് വ്യത്യസ്ത പേര് വിളിക്കുന്നത്. ശിവനെന്നും വിഷ്ണു എന്നും വിളിക്കുന്നത് 2ആണോ 1ആണോ? ഒന്ന് തന്നെയാണ്. നമ്മൾ പേരിൽ പലത് വിളിക്കുന്നു അല്ലേ? രൂപത്തെ പലത് നമ്മൾ സങ്കല്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെല്ലാവരും അഷ്ടതാ പ്രകൃതിയാണ്. എന്താ ഈ അഷ്ടതാ പ്രകൃതി? ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപമാണ്. അതായത് ഭഗവാന്റെ മൂലരൂപം അത് വ്യക്തമാണോ അവ്യക്തമാണോ? ഭഗവാന്റെ യഥാർത്ഥ രൂപം അവ്യക്തമാണ്. ഈ കാണുന്ന രൂപമൊന്നും ഈശ്വരൻ്റെതല്ല. ഈ രൂപങ്ങളൊക്കെ നമ്മൾ നമുക്കറിയാൻ വേണ്ടി ചില ഗുണങ്ങളുടെ പ്രതീകമായി ചിത്രീകരിച്ചതാണ് ഈ രൂപങ്ങളൊക്കെ. മനസ്സിലായില്ലേ? ഈ രൂപങ്ങളുടെ ഉള്ളില് അവ്യക്തമാകുന്ന ഭാവമാണ്, നിരാകാരമാണ് ഭഗവാന്റേത്. അപ്പൊ അവ്യക്തം. ആ അവ്യക്തത്തിൽ നിൽക്കുന്ന ഭഗവാൻ സ്വയം തന്നെ ഒന്ന് വെളിപ്പെടുത്തി വ്യക്തമാക്കി. അതാണ് 2ാമത്തെ ഭാവം. മനസ്സിലായില്ലേ? അവിടെ ഭഗവാൻ അല്ലാതെ ആർക്കും അത് വെളിപ്പെടുത്താൻ സാധ്യത. അതാണ് വ്യക്തം. അത് കഴിഞ്ഞാൽ ആ വ്യക്തത്തിൽ നിന്ന് അഹം എന്ന ഭാവം ഉടലെടുത്തു. അതാണ് മായയുടെ
ഉടലെടുപ്പ്. അഹം എന്ന ഭാവത്തിലേക്ക് എത്തുമ്പോൾ ആ അവ്യക്തം വ്യക്തം അഹം, അഹം എന്തായി മാറി? പഞ്ചഭൂതങ്ങളായി വേർപിരിഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ പഞ്ചഭൂതങ്ങളായി ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ പഞ്ചഭൂതാത്മകമായി വേർതിരിഞ്ഞ വസ്തുക്കളല്ലേ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വചരാചരങ്ങളും? അല്ലേ? പഞ്ചഭൂതങ്ങളിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളും പഞ്ചഭൂതോ? നമ്മളായി ചേർന്നിരിക്കുന്ന ഈ ശരീരഭാവം പഞ്ചഭൂതോ? നമ്മളിൽ ആകാശതത്വം ഇല്ലേ? ആകാശത്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ അനവധി സ്പേസ് ഉണ്ട്. അതോ എല്ലാ അവയവം ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണോ? സ്പേസുകളുണ്ട്. ഇതിനെ നിലനിർത്തുന്ന ആരാ? ആകാശതത്വം. രണ്ടാമത്തെ വായു, പ്രാണൻ ഇല്ലേ? അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ അഗ്നി, അഗ്നി ഇല്ലേ? ഉണ്ടോ? അഗ്നി ഉള്ളതിന് ഏറ്റവും കൂടുതൽ തെളിവായി ഇപ്പോൾ കിടക്കുന്ന കസേര ചിലത് കാലിയായത്. ചില സ്ഥലത്ത് പ്രത്യേക ചില സ്ഥലത്ത് അഗ്നി അങ്ങ് കത്തി. മനസ്സിലായില്ലേ? അപ്പൊ കത്തിയപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ശമിപ്പിക്കണം. ഒറ്റ വഴിയുള്ളൂ, വാക്കൗട്ട് നടത്തുക. ജഠരാഗ്നി, ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അഗ്നിയാണ് ദഹിപ്പിക്കുന്നത്. അതല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിനൊരു താപമുണ്ട്. നമ്മളീ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പറഞ്ഞില്ലേ, തണുത്തു വിറങ്ങലിച്ചു പോയി എന്ന് പറയും. എന്താ? താപം നഷ്ടപ്പെട്ടു. അപ്പൊ ശരീരത്തിന്റെ ഊഷ്മാവിനെ നിലനിർത്താൻ അഗ്നി തത്വമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ജലമില്ലേ? ജലാംശമാണ് ഏറ്റവും കൂടുതലെന്ന് പറയും. പിന്നെ ധാതുക്കൾ, ഭൂമി, അസ്ഥിയായും മജ്ജയായും മാംസമായിട്ടൊക്കെ നിൽക്കുന്ന ധാതുക്കൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും. ഇത് തന്നെയാണ് പ്രകൃതിയിലായിട്ടും. അപ്പൊ പ്രകൃതിയുടെ സ്വരൂപമാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? അതാണ് ഭഗവാൻ 8-ൽ പിറന്നു എന്ന് പറയപ്പെടുന്നു. ഇനി അപ്രകാരമുള്ള ഭഗവാൻ തന്നെ അവിടെ നിന്ന് നേരെ എവിടെ എത്തിക്കാൻ പറഞ്ഞു? ഗോകുലത്തിലേക്ക് മാറ്റാൻ പറഞ്ഞു. ഗോകുലത്തിലേക്ക് എത്തിച്ചു. ആ ഗോകുലത്തിൽ നിന്ന് യശോദയുടെ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ചു. മുമ്പേ നമ്മൾ ചോദിച്ചു, യശോദര ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ ഭഗവാൻ തൻ്റെ സ്വയരക്ഷയ്ക്ക് കഴിഞ്ഞ് കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ദുഃഖം കൊടുക്കലല്ലേ? അല്ലേ? യഥാർത്ഥത്തിൽ ചെയ്തൊരു ചതിയല്ലേ? അല്ല. എന്താ കാരണം? യശോദയ്ക്കും ഇവിടെ യശോദയ്ക്കും നന്ദഗോപർക്കും പുത്ര സൗഭാഗ്യമുള്ള മാതാപിതാക്കളല്ല. മനസ്സിലായില്ലേ? ഇവിടെ ദീർഘകാലം വിവാഹം കഴിഞ്ഞിട്ടും മക്കൾ ജനിക്കാതിരുന്ന ദമ്പതിമാരാണ്. പക്ഷെ ഇവിടെ മായാദേവി അവിടെ ചെന്ന് അവർക്ക് മകളായി പിറന്നു എന്ന് പറഞ്ഞാൽ, മായ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളതിനെ ഇല്ലാത്തതായും ഇല്ലാത്തതിനെ ഉള്ളതായും തോന്നിപ്പിക്കും. ഇതാണ് മായ. മനസ്സിലായില്ലേ? അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതാക്കി തോന്നിപ്പിച്ചു യശോദയ്ക്ക്. മനസ്സിലായില്ലേ? ആ കുഞ്ഞിന് ഗർഭം ധരിച്ചതായ ഭ്രമം ഉടലെടുപ്പിച്ചു, മറ്റുള്ളവരെയും ആ മായയിൽ ബന്ധിപ്പിച്ചു. ഇതാണ് ദേവിയുടെ മായ. ആ മായയിൽ ബന്ധിപ്പിച്ചു. ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ ശാശ്വതമായ കുഞ്ഞല്ല. മായ എന്ന് വെച്ചാൽ ശാശ്വതം അല്ല. അതുകൊണ്ടാണ് പകരക്കാരിയായിട്ട് ആരെ എടുത്തു? ആ കുഞ്ഞിനെ എടുത്തു. പക്ഷെ മായയിലൂടെ ആണെങ്കിലും ഒരമ്മ എന്ന അനുഭവം ആർക്ക് വന്നു? യശോദയ്ക്ക് വന്നു. ആ അനുഭവം വന്ന് യശോദയെ ദുഃഖത്തിലേക്ക് വിടാൻ ഭഗവാൻ ആഗ്രഹിക്കുവോ? കാരണം എന്താ? ഇനി ആ യശോദയുടെ മുന്നിലേക്കല്ലേ താൻ ചെല്ലേണ്ടത്, ഒരിക്കലും ദുഃഖത്തിലേക്ക് വിടാൻ. അതിന് പകരം ആ ദുഃഖത്തെ കടക്കാൻ തന്നെ ആർക്ക് കൊടുത്തു? യശോദയ്ക്ക് കൊടുത്തു. അതാണ് ഭഗവാന്റെ കാരണം. അപ്പൊ ചോദിക്കും, ദേവകിക്ക് ദുഃഖം വരില്ലേ പോകുമ്പോ? ഇല്ല. എല്ലാ മക്കളെയും കൊന്നതുകൊണ്ടല്ല. ദേവകി പരിപൂർണ ആനന്ദത്തിൽ ലയിച്ചു. കാര്യം ജനിച്ച ഉടനെ തന്നെ ശംഖുചക്ര ഗദാപത്മധാരിയായ ഭഗവാന്റെ സ്വരൂപ ദർശനം ആർക്ക് കിട്ടി? ദേവകി കിട്ടി. ദേവകി ആത്മബോധത്തിൽ എത്തപ്പെട്ടു. ആത്മബോധത്തിൽ എത്തപ്പെട്ട ഒരാൾക്ക് പിന്നെ ശരീരഭാവത്തിലോ ഭാവ അഭാവത്തിലും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ആ ആത്മബോധത്തിൽ എത്തപ്പെട്ട ദേവകി ഒരിക്കലും തന്നിൽ നിന്ന് വേറിട്ടതായി തൻ്റെ കുഞ്ഞിനെ ഭഗവാനെ കാണുന്നില്ല. മനസ്സിലായോ? നമ്മൾ ആത്മബോധത്തിൽ ഉയരാത്തത് കൊണ്ടാണ് നമ്മൾ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ഭാവം നമ്മൾ നിൽക്കുന്നത്. ആത്മബോധത്തിലേക്ക് എത്തപ്പെട്ടാൽ നമ്മളും വേറെയല്ല, ഈശ്വരനും വേറെയല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇവിടെ ഭഗവാൻ യഥാർത്ഥത്തിൽ 3 അമ്മമാരുണ്ട്. ആരൊക്കെയാ? ഭഗവാന് 3 അമ്മമാരൊക്കെയാ? 2 അമ്മമാർ നമുക്ക് സുപരിചിതരാണ്. ഒന്ന് ദേവകിയും ഒന്ന് യശോദയും. 3ാമത്തെ അമ്മ നമുക്ക് അത്ര സുപരിചിതയല്ല. ആരായിരുന്നു 3ാമത്തെ അമ്മ? പൂതനയാണ്.
മനസ്സിലായില്ലേ? 3 തലത്തിൽ ഭഗവാന്റെ മാതാക്കളെ കാണാം. അപ്പോൾ അത് ആ അഭാവം വരുമ്പോൾ നമുക്കതൊന്നുകൂടെ കൃത്യമാക്കാം. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നേരെ വൃന്ദാവനത്തിൽ ഇവിടെ ഗോകുലത്തിൽ എത്തപ്പെട്ട് ഗോകുലത്തിൽ വളർന്നു. അങ്ങനെ പകരം വന്ന കുഞ്ഞിനെ നിലത്തടിക്കാൻ വേണ്ടി കംസൻ എടുത്തു, അല്ലേ? പെൺകുഞ്ഞാണ്, ഇതിനെ വളർത്താൻ തന്നൂടെ എന്നൊക്കെ ദേവകി ചോദിച്ചു. പക്ഷെ കംസൻ തയ്യാറായില്ല. കയ്യിൽ നിന്ന് ഉയർന്ന ആകാശത്തിലേക്ക് പൊങ്ങി അഷ്ടഭുജത്തോടു കൂടിയ ദേവതാരൂപമായി മാറി. കാർത്യായനി ദേവി എന്ന നാമകരണത്തെ പിന്നീട് നമുക്ക് ഭാഗവതം വിശേഷിപ്പിക്കുന്ന കൃഷ്ണ സഹോദരി എന്ന ഭാവത്തിലുള്ള ദേവിയായി മാറി. കംസനോട് പറഞ്ഞു, കംസ, നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. പരാക്രമം അത് നമ്മൾ കൂട്ടിച്ചേർത്തതാ, എന്നോട് വേണ്ട. സ്ത്രീകളിൽ പരാക്രമം വേണ്ടെന്ന് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരാളും പറയത്തില്ല, പറഞ്ഞാലൊട്ട് വിശ്വസിക്കത്തില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ പരാക്രമം വേണ്ടത് സ്ത്രീകളോടാണ്. ഞങ്ങൾ ഇത്രയും സ്ത്രീകൾ വന്നിരുന്ന് കേൾക്കാതിരുന്നോണ്ടല്ലേ ഞങ്ങൾക്ക് ഇത് കേൾക്കേണ്ടി വന്നത് എന്ന് ചിന്തിക്കണ്ട. എല്ലാ സ്ത്രീകളെയും ഒന്നിച്ച് പറഞ്ഞതല്ല, മനസ്സിലായില്ലേ? ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ജീവിതത്തിൻ്റെ തെറ്റായ വഴികളിലേക്ക് ഓടിപ്പോകുന്നതിൻ്റെ എണ്ണത്തിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ശബരിമല ഇപ്പോൾ അയ്യപ്പനോട് ചോദിച്ചാൽ പറയും പരാക്രമം സ്ത്രീകളോട് വേണം. കാരണം ചാക്കി കൊല കെട്ടി പഴിപ്പിക്കാൻ പോയ കണക്കൊക്കെ ചിലരൊക്കെ കയറി ചെന്നതാണ്. അവിടെ തൊട്ടിങ്ങോട്ട് എടുത്താൽ മതി. മനസ്സിലായോ? ഇപ്പം 2 ദിവസം മുമ്പ് തന്നെ കേരളത്തിലൊരു അമ്മയ്ക്കൊരു മകൻ നഷ്ടപ്പെട്ടു. ഇല്ലാത്തത് പറഞ്ഞ് സ്വയം ഒന്ന് ആളാവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയതിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരാക്രമം വേണ്ടേ? അത് വിട്ടേക്കണം, വിവാദ വിഷയം. അപ്പൊ പരാക്രമം എന്നോട് വേണ്ട, നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കംസന് വീണ്ടും പ്രശ്നമായി. കംസൻ ഉടനെ തന്നെ അനുചരന്മാരുമായിട്ട് ചർച്ച നടത്തി. എന്താ രക്ഷിക്കാൻ മാർഗം? അനുചരന്മാരിൽ ആദ്യം ഒരാൾ മുന്നോട്ട് വന്നു, പൂതന. പൂതന പറഞ്ഞു, ഞാൻ ഏറ്റു. കംസൻ ചോദിച്ചു, എങ്ങനെ? ആളിനെ അറിയില്ലല്ലോ, എവിടെയാ ഉള്ളതെന്നറിയില്ല, അല്ലേ? ദേവകിയുടെ പുത്രനായി ജനിച്ച കുഞ്ഞ് എവിടെയാ ഉള്ളത്? ആ കുഞ്ഞാണെന്ന് വിചാരിച്ചാൽ പെൺകുഞ്ഞിനെ എടുത്ത് നിലത്തടിച്ചത്, അത് ഉയർന്നു പോയി. നീ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എവിടെയാണെന്നറിയില്ല, ഒരു തെളിവും ഇല്ല. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? പൂതന നല്ലൊരു പ്ലാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തു. കംസന പ്ലാൻ ഇഷ്ടപ്പെട്ടു. സക്സസ്, പൊയ്ക്കോളാം പറഞ്ഞു. എന്താ പ്ലാൻ? ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ച് 10 വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും ഞാൻ കൊന്നേക്കാം. ഇതാണ് പൂതന പറഞ്ഞത്. അല്ല ദേവകിയുടെ കുഞ്ഞിനെ കൊല്ലുമെന്നല്ല പറഞ്ഞത്. കാരണം ദേവകിയുടെ കുഞ്ഞ് എവിടെയാണ്, ആരാണെന്ന് ആർക്കറിയില്ല. പൂതനയ്ക്കറിയില്ല, കംസനും അറിയില്ല. ഒരാൾ ഉറപ്പാണെങ്കിലല്ലേ ആളിനെ കൊല്ലാൻ പറ്റുന്നത്. അതിനുവേണ്ടി എന്ത് പറഞ്ഞു? 10 വർഷത്തിനുള്ളിൽ ജനിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലാം. എന്താ ഈ 10 വർഷം പറഞ്ഞത്? ദേവകിയുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ജനിച്ച ഏതെങ്കിലും കുഞ്ഞു മുമ്പേ ആള് മാറി കണക്ക് എന്തെങ്കിലും മായാപരിപാടി നടത്തി 7ാമത്തെ ഒരു കുഞ്ഞിനെ കാണാതെ പോയിട്ടുണ്ടല്ലോ. അതുപോലെ എങ്ങാനും പോയിട്ടെങ്ങാനും ഉള്ള കുഞ്ഞാണെങ്കിലും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെ വധിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൊരു വലിയ ജനറേഷൻ ഗ്യാപ്പല്ലേ. അപ്പോൾ പൂതന ശുദ്ധയാണോ? ലോകത്തിലെ ഏറ്റവും ക്രൂര മനസ്സുള്ള ആൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പൂതന എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ശുദ്ധയല്ലാത്തവൻ. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു വരിയുണ്ട്, ഭൂതാത്മാ ഭൂതഭാവന, പരിശുദ്ധമായവൻ എന്നാണ് ആ ഭൂതം എന്ന വാക്കിന്. ഇവിടെ പൂതന, ശുദ്ധമല്ലാത്തവൾ, മലിന എന്നുള്ള അർത്ഥം. അജ്ഞാനം. പൂതന അജ്ഞാനമാണ്. അജ്ഞാനമല്ലേ മാലിന്യം, ശുദ്ധമല്ലാത്തത്. ആ പൂതന വന്നു. പൂതന നേരെ അതീവ സുന്ദരിയായി വേഷം കെട്ടി നേരെ എവിടെ എത്തി? ഗോകുലത്തിലെത്തി. പൂതന വരുന്നതൊക്കെ യശോദ കണ്ടു, ഗോപികമാരും കണ്ടു. പക്ഷെ നീ ആരാണെന്ന് ചോദിക്കാൻ വിട്ടുപോയി. എന്താ കാരണം? ഒന്ന് ഭ്രമിച്ചു. എന്താ ഭ്രമിച്ചത്? ഭ്രമിച്ചതിൻ്റെ കാരണം പൊതുവിൽ 2 സ്ഥലങ്ങൾ, ഈ 2 കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് അപകടം പറ്റും, അല്ലെങ്കിൽ സ്ത്രീകളെയും കൊണ്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ 2 സ്ഥലമുണ്ട്. ഏതൊക്കെയാ? സ്വർണ്ണക്കടയിലും തുണിക്കടയിലും. ഈ 2 സ്ഥലത്ത് സ്ത്രീകളെയും കൊണ്ട് ഒരിക്കലും പോകരുത്. ബുദ്ധിയുള്ളവർ പോകരുത്. ഉള്ള കാശ് കൊടുത്തൊക്കെ പറഞ്ഞു വിട്ടേക്കണം. കൂടെ പോയാൽ അവർ നമ്മളെ പണയം വെക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പൂതന വന്നത് സർവാഭരണ വിഭൂഷിതയായിട്ടാണ്. നല്ല വസ്ത്രവും ആഭരണം ഇതെല്ലാം കണ്ട് മോഹിച്ച സമയം കൊണ്ട് പൂതന കടന്നങ്ങ് പോയി. മനസ്സിലായില്ലേ?
അപ്പോൾ കടന്നു ചെന്ന പൂതന കുട്ടിയെ എടുത്ത് മുലക്കാമ്പിൽ വിഷം തേച്ച് കുടിപ്പിക്കാൻ തുടങ്ങി. ചോര കുടിച്ചു, പ്രാണനെ കുടിച്ച് അവസാനം പൂതന മരിച്ചു. അങ്ങനെ പൂതനയ്ക്ക് മോക്ഷം കിട്ടി ഭഗവാൻ. പൂതന പൂർവ്വജന്മത്തിൽ ഈ മഹാബലിയുടെ കൊട്ടാരത്തിൽ വെച്ച് വാമനമൂർത്തിയുടെ കുട്ടിക്കാലത്തെ രൂപം കണ്ട് ആ മനോഹരനായിട്ടുള്ള കുഞ്ഞിനെ ഒന്ന് പാലൂട്ടണമെന്ന് മനസ്സുകൊണ്ട് അന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമാണ് പാലൂട്ടാനുള്ളൊരു ഭാഗ്യം പൂതനയ്ക്കൂടെ വന്നു ചേരുന്നത്. ഇനി പൂതന ഒരമ്മയാണെന്ന് പറഞ്ഞല്ലോ ഇല്ലേ? പാലൂട്ടിയതോടുകൂടി മാതൃഭാവം. ഈ 3 അമ്മമാരെ നമ്മളൊന്ന് വ്യക്തമായിട്ടൊന്ന് തരംതിരിക്കാം. ഒന്ന് ആത്മഭാവത്തിലുള്ള അമ്മ, മനസ്സിലായില്ലേ? മാതാവ്, ആത്മമാതാവ്, അത് ദേവകി ആത്മബോധത്തിലേക്ക് എത്തപ്പെട്ടു. ഇനി ജീവാത്മമാതാവാണ് ആര്? യശോദ. അതുകൊണ്ടാണ് യശോദ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞ്, അയ്യോ കുഞ്ഞിന് വല്ലതും പറ്റുമെന്നൊക്കെ കിടന്ന് കരയുന്നത്. കാര്യം ഭഗവാനെ ഒരിക്കലും ഈശ്വരൻ എന്ന ഭാവത്തിൽ ആരും കണ്ടിട്ടില്ല, യശോദ കണ്ടിട്ടില്ല. യശോദയ്ക്കൊരു സാധാരണ കുഞ്ഞാണ്. അതുകൊണ്ട് ഏത് ദുഃഖം വരുമ്പോൾ യശോദ പൊട്ടിക്കരയും അല്ലേ? ഇവിടെ പൂതന മരിച്ചപ്പോൾ യശോദ എടുത്ത് വഴിപാടൊക്കെ നടത്തും. ഈ ലോകത്തെ എല്ലാവരെയും രക്ഷിക്കുന്നവനാണ് കൃഷ്ണൻ എന്ന് ആർക്കറിയില്ല? ജീവാത്മാവ് നമ്മളാണൊക്കെ അറിയാവുന്ന വെച്ചാൽ അറിയാം, പക്ഷേ വിശ്വസിക്കില്ല അല്ലേ? ഏത് ദുഃഖം വന്നാലും ഈശ്വരനെ ആശ്രയിച്ചാൽ മതി എന്ന് നമുക്കറിയാം, പക്ഷെ ദുഃഖം വരുമ്പോൾ നമ്മൾ അയലത്തുകാരനെ ആശ്രയിക്കാം. മനസ്സിലായില്ലേ? ഈശ്വരനെ ആശ്രയിക്കുന്നത് എന്താ കാരണം? വിശ്വാസത്തിൽ അങ്ങോട്ടൊരു ഉറപ്പ് ഇല്ല. ചിലർ വഴിപാട് എടുത്ത് നടക്കാം, ഇന്ന വഴിപാടെടുത്ത് ഇന്നെ നടക്കും, നടത്തിയിട്ട് വെളിയിറങ്ങുന്നതിനെ നടക്കുമോ? വിശ്വാസം തീരുന്നില്ല അവിടെ. അപ്പം വിശ്വാസം അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. ഇതാണ് ജീവ സ്വരൂപം. അതാണ് ആര്? യശോദ. ഇനി പൂതന ആരാണ്? ആസുരിക മാതാവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആത്മമാതാവ്, ജീവാത്മാവ്, ആസുരിക മാതാവ്, അജ്ഞാന മാതാവ്. ആസുരികം വെച്ചാൽ അജ്ഞാനം. മനസ്സിലായില്ലേ? അപ്പോൾ അജ്ഞാന മാതാവിലേക്കാണ് ആരെ? അജ്ഞാന മാതാവായതുകൊണ്ടാണ് പൂതന മാതാവിൻ്റെ പണിയും ചെയ്തു, എന്നാൽ എന്ത് ചെയ്തു? നശിപ്പിക്കാനുള്ള ശ്രമവും. അങ്ങനെ 3 മാതൃഭാവം ഭഗവാനെ കാണാം. ഇത് കഴിഞ്ഞ് ഷടകാസുരം വന്നു. ഷടകാസുരനെ ഭഗവാൻ വധിച്ചു, ജഡത്വവാദം. അത് കഴിഞ്ഞ് തൃണാവർത്തൻ വന്നു, ചുഴലിക്കാറ്റായി. തൃണാവർത്തനെ വധിച്ചു, കാമവാസന. അത് കഴിഞ്ഞിട്ട് നേരെ ഭഗവാന് നാമകരണം വന്നു. നാമകരണത്തിൽ കൃഷ്ണൻ എന്ന പേരിട്ടു. കൃഷ്ണൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താ? ഋഷിയോ? കറുത്തവൻ എന്നാണ് ആ പേരിൻ്റെ കൃത്യമായ അർത്ഥം. ഭഗവാൻ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഭഗവാന്റെ നിറവും എന്താണ്? കറുപ്പാണ്. എന്താ ഈ കറുത്തവനും കറുപ്പും എന്നൊക്കെ പറയുന്നതിന് കാരണം? സർവവർണ്ണങ്ങളെയും ഉള്ളടക്കാൻ ലോകത്ത് ഒരേ ഒരു വർണ്ണത്തിനെ സാധിക്കും, അത് കറുപ്പാണ്. നിങ്ങൾ വേറെ ഏത് വർണ്ണങ്ങൾ തമ്മിൽ ചേർത്ത് നോക്കേ, നിങ്ങൾ നീലയും പച്ചയും കൂടെ ചേർത്താൽ വേറൊരു കളർ ഉണ്ടാവും, മഞ്ഞയും ചുവപ്പും ചേർത്താൽ വേറൊരു കളർ ഉണ്ടാവും. നിങ്ങൾ ഇനി ഏത് കളർ കറുപ്പിനോട് ചേർത്താൽ എന്തേ ഉണ്ടാവും? കറുപ്പേ ഉണ്ടാവുള്ളൂ. ഏത് കളർ കറുപ്പിൽ ചേർത്താലും കറുപ്പ്. അപ്പൊ അതും ഭഗവാനുമായിട്ട് എന്താ ബന്ധം? ഇവിടെ വർണ്ണം എന്ന് പറയുന്നത് ഗുണങ്ങളെയാണ്. സർവഗുണങ്ങളെയും ഉള്ളിലടക്കിയവനാരോ അവൻ കൃഷ്ണൻ. മനസ്സിലല്ലേ? സർവഗുണസ്വരൂപൻ, അനന്തതയുടെ പ്രതീകമാണ് കറുപ്പ്. അതാണ് ദേവിയിലും കാളി അനന്തതയുടെ പ്രതീകമാണ്. കാളിയുടെ നിറം എന്താ? കറുപ്പാണ്. മനസ്സിലല്ലേ? അപ്പൊ കറുത്ത നിറത്തോട് കൂടിയവൻ. ഇനി 2 തരം പറയും. ബലരാമൻ നല്ല വെളുത്തവൻ എന്നും പറയും. മനസ്സിലല്ലേ? കാലശക്തിയാണ് കൃഷ്ണനും ബലരാമനും. കാലത്തിന് 2 ഭാവമുള്ളൂ, ഒന്ന് പകലും ഒന്ന് രാത്രിയും. പകലും രാത്രിയും ചേർന്നാൽ ദിവസം, ദിവസങ്ങൾ ചേർന്നാൽ ആഴ്ച, ആഴ്ചകളിൽ മാസം, മാസങ്ങളിൽ വർഷം അല്ലേ? അപ്പൊ കാലത്തിന്റെ സ്വരൂപമാണ് ബലരാമനും കൃഷ്ണനും. അപ്പൊ കറുത്ത നിറത്തോടു കൂടി എന്ന പേരിട്ടു. അത് കഴിഞ്ഞ് മണ്ണ് വാരി തിന്നൊരു ലീലയാടി. എന്തിനാ? അമ്മയ്ക്ക് ടെൻഷൻ കൂടി, BP കൂടി, സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. ഭഗവാൻ തോന്നി ഇങ്ങനെ പോയാൽ അമ്മയ്ക്ക് മിക്കവാറും സ്ട്രോക്ക് വരുന്ന, BP കൂടി, ടെൻഷൻ. കാരണം പൂതനയെ വധിച്ചപ്പോഴും കരഞ്ഞതാരാ? യശോദയാണ്. ഭയന്നുപോയി. ഷടകാസുനെ വധിച്ചപ്പോഴും വണ്ടിച്ചക്രം തകർന്നു വീണപ്പോഴും എൻ്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് സന്തോഷത്തോടെയും, പക്ഷേ പറ്റിയാലുള്ള ഭയം യശോദയ്ക്കുണ്ട്. അത് കഴിഞ്ഞ് തൃണാവർത്തൻ ചുഴലിക്കാറ്റായി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഉയർന്നപ്പോഴും ഭയന്ന് നിലവിളിച്ചത് യശോദയാണ്. ഈ ഭയാശങ്കകളിലൂടെ നിൽക്കുന്ന യശോദയുടെ BP ഒക്കെ കൂടി. യശോദ ഒന്ന് റിലാക്സ് ചെയ്യിക്കണം. അമ്മേ, ഞാൻ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അമ്മ എന്നെ ഓർത്ത് ഇങ്ങനെ വെറുതെ കിടന്ന്
കരയണ്ട, ഞാൻ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ് എന്നൊക്കെ കാട്ടണം എന്ന നിലയിലേക്ക് ഭഗവാൻ തൻ്റെ ഭാവത്തെ ഒന്ന് കാട്ടി. എന്താ, മണ്ണ് വാരി തിന്നു എന്ന് കേട്ട് ഓടിച്ചെന്ന് വാ പിടിച്ച് നോക്കിയപ്പോൾ വായ്ക്കുള്ളിൽ സമസ്ത ലോകവും കണ്ടു. അതോടുകൂടി യശോദയ്ക്ക് മനസ്സിലായി ഇവൻ നിസ്സാരക്കാരനല്ല. പക്ഷെ അടുത്ത നിമിഷം യശോദയ്ക്ക് ഇത് തോന്നിയതാണ്. കാരണം എന്താ, ജീവാത്മാ സ്വരൂപത്തിലേക്ക് യശോദയെ വീണ്ടും എത്തിച്ചു. അപ്പോൾ യശോദ എന്ന് റിലാക്സായി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് വെണ്ണാപഹരണം എന്നൊരു ലീലയിലേക്ക് വന്നു. എന്താ ഈ വെണ്ണാപഹരണം? ഭഗവാൻ ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റമാണ് കള്ളനല്ലേ, എണ്ണ കട്ടയല്ല. ഭഗവാൻ കട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഭഗവാൻ കട്ടിട്ടുണ്ടോ? കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളതല്ല ചോദ്യം. എണ്ണ കട്ടിട്ടുണ്ടോ? ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലേ? അങ്ങനല്ല, ഒരു തീർപ്പ് കൽപ്പിക്കുക. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. കള്ളം എന്ന് പറയുന്നൊരു ദുർഗുണമല്ലേ? അത് ആരും ചെയ്താലും ദുർഗുണമാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു കേസ് നടക്കുന്നു, തന്ത്രി ചെയ്തു എന്ന് പറഞ്ഞ് കാണും. ചെയ്തില്ലോ രണ്ടാമത്തെ. പക്ഷേ അത് തെറ്റായതുകൊണ്ടല്ലേ അദ്ദേഹം അകത്ത് പോയത്. അവിടെ ദേവന്റെ പിതാവാണ്, അലിഞ്ഞു നൽകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തെറ്റാണ് എന്ന്, തെറ്റോ ശരിയെന്നുള്ള പിന്നെ തെളിയിക്കട്ടെ, നമ്മൾ ഉറപ്പിക്കുന്നില്ല. പക്ഷേ അവിടെ കളവെന്ന് പറയുന്ന ഒരിക്കലും നല്ല ഗുണമല്ല. അത് ദേവൻ ചെയ്താലും. അപ്പോൾ കളവ് ചെയ്യുന്ന ഒരാൾ ഈശ്വരനാവുമോ? ആവില്ല. ഈശ്വരനായിരിക്കുന്ന ഒരാൾ കളവ് ചെയ്യുമോ? ചെയ്യില്ല. അപ്പം വെണ്ണ കട്ടു എന്നുള്ളത് ഭഗവാന്റെ ലീലയുടെ അർത്ഥം ഗ്രഹിക്കാൻ നമ്മൾ ആ നിലയിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് തോന്നിയ അർത്ഥത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചതാണ്. മനസ്സിലായില്ലേ? ഭഗവാൻ വെണ്ണ കട്ടിട്ടില്ല. ഉറപ്പിക്കാവോ? ഉറപ്പിച്ചാലേ അടുത്ത കഥയിലോട്ട് പോകുള്ളൂ. ഉറപ്പിക്കാവോ? പിന്നെന്താ സംഭവം? അത് ഭഗവാനോട് ചോദിക്കാം. നടത്താണെങ്കിൽ പോയാൽ 2 കൈയിലും വെണ്ണയായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് മാവേലിക്കരയിൽ, ഇല്ലേ? വളരെ ദൂരമില്ലല്ലോ. 2 കൈയിലും വെണ്ണയായിട്ട് നിൽക്കുന്ന ആളാണ്. 3 വർഷം അദ്ദേഹത്തിന് മുമ്പ് ഇത് നയിക്കാൻ നടത്തിയതാണ്. 3 വർഷം ചോദിച്ചു കട്ടോ എന്ന്. പുള്ളി പറഞ്ഞത് കട്ടിട്ടില്ല. 2 കൈയിലും വെണ്ണയായിട്ടല്ലേ നിൽക്കണേ? അവധീത കൃഷ്ണൻ മാവേലിക്കര അമ്പലത്തിൽ. ഇവിടെ ഭഗവാൻ വെണ്ണ എടുത്തു എന്ന പരാതിക്കാരാരാ? ഗോപികമാരാണ്. ഈ ഗോപികമാർക്ക് ഭഗവാനോട് എന്തെങ്കിലും ദേഷ്യമുള്ളവരാണോ? അല്ല, പകരം സ്നേഹമുള്ളവരാണ്, അല്ലേ? ഭഗവാനെ നേടാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് ഗോപികമാർ. ഭഗവാനെ നേടുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ, എന്തൊക്കെ ഉപേക്ഷിക്കണമോ അതിനോ മടിയില്ലാത്തവരുമാണ് ആര്? ഗോപികമാർ. ഗോപിക എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഗോ എന്ന ശബ്ദം ഒരുപാട് അർത്ഥമുള്ള, സംസ്കൃതത്തിൽ ഏറ്റവും കൂടുതൽ അർത്ഥമുള്ള ഒരു പദമാണ് ഗോ എന്ന് പറയുന്നത്. ഗോക്കൾ എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ താഴത്തെ നില അർത്ഥം എടുക്കുന്നത്. എപ്പോഴും ഒരു ആശയം എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അർത്ഥത്തെ നമ്മൾ ആദ്യം പരിഗണിക്കണം. അർത്ഥങ്ങൾ അനവധി ഉണ്ടാവാം ഒരു വാക്കിന്, അല്ലേ? ഏതൊരു വാക്കിനും പല അർത്ഥം ഉണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും ഉന്നതമായ അർത്ഥത്തെ എടുക്കണോ, ഏറ്റവും താഴത്തെ അർത്ഥം എടുക്കണോ? ഇപ്പം നമ്മുടെ കയ്യിലൊരു 100 രൂപയുണ്ട്. ഒരു ഷോപ്പിൽ ചെല്ലുകയാണ്. 100 രൂപയ്ക്ക് വലിയ മൂല്യമുള്ള സാധനവും ഇരിപ്പുണ്ട്, മൂല്യമില്ലാത്തതും ഇരിപ്പുണ്ട്. അതിൽ ബുദ്ധിയുള്ളവനും ജീവിതത്തിൽ ഗുണം വേണമെന്നുള്ളവനും ഈ 100 രൂപ കൊടുത്ത് ഏത് സാധനം എടുക്കും? ഏറ്റവും മൂല്യമുള്ള വസ്തുവിനെ എടുക്കും, അല്ലേ? അതിൻ്റെ വലിപ്പമല്ല പ്രധാനം, മൂല്യമാണ് പ്രധാനം, അല്ലേ? അപ്പം അതുപോലെ വാക്കുകളുടെ അർത്ഥം എടുക്കുമ്പോഴും ആ വാക്കുകളുടെ അർത്ഥം ഏറ്റവും മൂല്യമുള്ളതല്ലേ എടുക്കേണ്ടത്, അല്ലേ? അതോ കുറഞ്ഞെടുക്കണോ? ഇവിടെ ഗോ എന്ന ശബ്ദത്തിന് ജ്ഞാനം എന്നൊരർത്ഥമുണ്ട്, വേദം എന്നൊരർത്ഥമുണ്ട്. മനസ്സിലല്ലേ? ജ്ഞാനത്തെ തേടിയവർ അല്ലെങ്കിൽ ജ്ഞാനത്തിനായി പിറന്നവർ, അതാണ് ഭഗവാൻ. ജ്ഞാനമാണ്, മനസ്സിലായില്ലേ? ജ്ഞാനത്തെ തേടി വന്നവരാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പിറന്നവരാണ്. എങ്ങനെയാണോ പൂവിനുള്ളിൽ ഇരിക്കുന്ന തേനെ തേടി പൂമ്പാറ്റകൾ അവിടേക്ക് ചെന്ന് ചേരുന്നത്, അതുപോലെ ഭഗവാനെ തേടി
വന്നവരാണ് ഗോപികമാർ. ഭഗവാൻ ഒരിക്കലും അങ്ങോട്ട് ചെയ്യുന്നില്ല. എപ്പോഴെങ്കിലും ഒരു പൂ എന്നീ തേനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാറുണ്ടോ? ഒരിക്കലുമില്ല. തേനീച്ച ഇങ്ങോട്ടാ വരുന്നത്. ഇതുപോലെ ഭഗവാനെ തേടിയെത്തിയവർ, ജ്ഞാനത്തെ തേടിയവർ, മനസ്സിലായില്ലേ, അതിലേക്ക് ഒഴുകുന്നവരാണ് ആര്? ഗോപികമാർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കടലിലേക്ക് നദി ഒഴുകുന്നത് പോലെ. കടൽ ഒരിക്കലും നദിയിലേക്ക് ഒഴുകത്തില്ല. ഒഴുകുമോ? നദി ഒഴുകി എവിടെ വന്ന് ചേരും? കടലിലേക്ക് വന്ന് അവസാനം നദിയുണ്ടോ? ഉണ്ടോ? നദിയില്ല. പിന്നെ കടലേ ഉള്ളൂ. നദി കടലായെന്ന് പറയാനും പറ്റത്തില്ല, കടൽ നദിയായെന്ന് പറയാനും, രണ്ടും ഒന്നായി അല്ലേ? അതുപോലെ ഭഗവാനിൽ ലയിക്കാനുള്ള ജീവനാണ് ഗോപികമാർ. ഒരർത്ഥത്തിൽ ഇപ്പം നമ്മളെല്ലാവരും ഭഗവാനിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മം എന്ന് ഉറപ്പിച്ചാൽ നമ്മളും ആരായി? ഗോപികമാരായി, അല്ലെങ്കിൽ ഗോപന്മാരായി. നമ്മളത്ര ഉറപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മളെ ഭഗവാൻ ഗോപികമാരുടെ കൂട്ടത്തിലും ഗോപന്മാരുടെ കൂട്ടത്തിലും പെടുത്താത്തത് അല്ലേ? അപ്പോൾ അവിടെ ഈ ഗോപികമാരാണ് പരാതിക്കാർ. അപ്പോൾ ഗോപികമാർ ചെന്ന് പറയുന്നത് എന്താ? യശോദേ, നിനക്കൊരു മകനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കണം, നിന്റെ മകനെ ഒന്നീ മര്യാദയ്ക്ക് അതല്ലേ കെട്ടിയിട്ട് വളർത്തണം. ഏതൊരമ്മയ്ക്കും വിഷമമുള്ള കാര്യമല്ലേ? ഇനി ഈ പറയുന്നത് കൊണ്ട് മാത്രമല്ല വിഷമം, ഏറ്റവും കൂടുതൽ വെണ്ണയുള്ള വീട്ടിലാണ് കൃഷ്ണൻ. മനസ്സിലായില്ലേ? ഗോകുലത്തിൽ ഏറ്റവും കൂടുതൽ വെണ്ണയുള്ളത്, ഏറ്റവും കൂടുതൽ പശുവിനെ വളർത്തുന്നതും തൈരെടുക്കുന്നതും പാലും ഉള്ളത് എവിടെയാ? യശോദയുടെ വീട്ടിലാ. അത്രയും എണ്ണയുള്ള വീട്ടിൽ നിന്ന് കോഴി കൊടുത്താൽ പോലും വേണ്ട എന്ന് പറഞ്ഞിരുന്നവനാണ് വേറെ വീട്ടിൽ പോയി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് യശോദയുടെ ദേഷ്യത്തിന്റെ ആക്കം കൂട്ടുന്നത്. സ്വന്തം വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട്, വീട്ടിൽ പട്ടിണി ആയതുകൊണ്ട് വേറെ അടുത്ത് വെച്ചിട്ട് ഭക്ഷണം എടുത്തെന്ന് പറഞ്ഞാലും ഒരു ന്യായീകരണമുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ അങ്ങനെ ഒരു ന്യായീകരണത്തിനും സാധ്യതയില്ല. ഇനി പരാതി വരുന്നവർ പറയുന്നത് മുഴുവൻ കൃഷ്ണനെ കുറിച്ചല്ല കുറ്റം പറയാൻ. യശോദയെ, നിന്റെ മകനെ നീ നേരായി വളർത്താതെ. അപ്പൊ കുറ്റം ആർക്കാ? യശോദയ്ക്കാണ്. മനസ്സിലല്ലേ? കൃഷ്ണനെ അത്രയും കുറ്റക്കാരനാക്കാൻ ഗോപികമാർക്കും ഇഷ്ടമല്ല. ഉള്ളിലെ സ്നേഹം ഇങ്ങനെയുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ യശോദയ്ക്ക് ഞാനല്ല, ഞാൻ ഇവനെ തല്ലിയാ വളർത്തുന്നതെന്ന് കാട്ടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവരെ പരാതി നിർത്താൻ വേണ്ടി അവരെ മുന്നിൽ വെച്ച് തന്നെ പിടിച്ചടിക്കാൻ തുടങ്ങും. അടിയുടെ അളവ് കൂടുമ്പോഴത്തേക്ക് പരാതിക്കാരായ ഗോപികമാര് ഇടയ്ക്ക് കയറും. ഇടയ്ക്ക് കയറിയിട്ട് അവർ പിന്നെ യശോദയുടെ അടുത്ത് പറയും, നീ എന്തൊരു ദുഷ്ടയാ, ഈ ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? ഞങ്ങളൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ അടിക്കുന്നത് ശരിയാണോ? അവസാനം കൃഷ്ണനോടുള്ള പരാതിയും തീർന്ന് കൃഷ്ണനെ പിടിച്ച അടുത്ത് നിർത്തി തടവി ഉമ്മയും കൊടുത്ത് ഗോപികമാര് പോവും. വഴക്കാരോടായി? യശോദയോടായി. ഇനി ഇങ്ങനെ അടി നടക്കുമ്പോൾ ഭഗവാൻ യശോദയോട് പറയും, നീ കട്ടോടെന്ന് ചോദിച്ചിട്ടില്ലേ അമ്മയെ അടിക്കത്തുള്ളൂ. അമ്മയെ കൃഷ്ണൻ കക്കില്ല. അമ്മയുടെ മകൻ കള്ളനല്ല. അമ്മ എന്നെ വളർത്തിയത് അങ്ങനെയല്ലല്ലോ. ഇതാണ് ഭഗവാൻ പറയുന്ന ഒരു വാദം. ഇനി ഭഗവാൻ രണ്ടാമത്തെ വാദം പറയുന്ന, ഇവരുടെ മകനാണ് കള്ളൻ. ഈ പരാതിക്കാരി ഉണ്ടല്ലോ, ഇവളുടെ മോനാണ് കള്ളൻ. ഇവളുടെ മോൻ കള്ളനാണെന്ന് ഇവൾക്കറിയാം. മനസ്സിലായില്ലേ? എന്നിട്ടും അവരുടെ മോൻ കള്ളനാണെന്നത് മറച്ചു വെച്ചിട്ട് അമ്മയുടെ മോനെ കള്ളനാക്കാൻ വേണ്ടി വന്ന ഇവൾ പെരുങ്കള്ളിയാണ്. വാദിയെ പ്രതിയാക്കി. ഇതാണ് ഭഗവാന്റെ ഒരു തിരിച്ച്. ഇനി ഗോപികമാര് പറഞ്ഞതോ ഭഗവാൻ പറഞ്ഞതിൽ ഏത് നമുക്കെടുക്കണം? ഭഗവാൻ പറഞ്ഞെടുക്കാം. ഗോപികമാര് പറഞ്ഞത് നമ്മൾ മുമ്പേ എടുത്തതാണ്, അതുകൊണ്ടുള്ള കള്ളനെന്ന് വിളിച്ചുകൊണ്ട് നടക്കണേ. ഗോപികമാര് പറഞ്ഞത് കള്ളൻ എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ പറഞ്ഞ് ഞാൻ കള്ളൻ അല്ല. എന്താ കാരണം? ഭഗവാൻ എല്ലാ ദിവസവും രാവിലെ നന്ദഗോപരുടെ വസതി വിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച കാണാൻ തന്നെ ഗോപികമാർക്ക് ഇഷ്ടമാണ്. ഇവരെല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന തന്നെ കൃഷ്ണനെ കാണണം. മനസ്സിലായില്ലേ? നമ്മൾ ഈ വിഷുവിനൊക്കെ കണി കാണുന്നത് പോലെ കൃഷ്ണനെ കണ്ടാൽ പരമാനന്ദം. അതുകൊണ്ട് കൃഷ്ണൻ ഇറങ്ങുന്നത് കാത്തു നിൽക്കും ഗോപികമാര്. രാവിലെ ഉറക്കണീറ്റാണ് സ്കൂളിൽ പോക്കൊന്നും പണ്ട് ആ കാലത്ത് കൃഷ്ണന്റെ ജീവിതത്തില്ല. കംസവധമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോക്ക്. അതുകൊണ്ട് രാവിലെ കുളിക്കലും യൂണിഫോം ഇടലും ഒന്നുമില്ല. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നേരെ കളിക്കാൻ കൂട്ടുകാരെ തിരക്കി വീട് വിടുക എന്നുള്ള ഒറ്റ പണിയേ ഉള്ള ആർക്ക്? കൃഷ്ണനെ. വീട് വിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഗോപികമാർക്കെല്ലാം കൃഷ്ണനോടെ കാണാനുള്ള ആഗ്രഹം പോലെ കൃഷ്ണൻ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ വരണം എന്ന ആഗ്രഹവും ആർക്കുണ്ട്? ഗോപികമാർക്കുണ്ട്. കൃഷ്ണ എൻ്റെ വീട്ടിലൊന്ന് വന്നിട്ട് പോ മോനെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വരുത്തില്ല എന്ന് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അതാണ് കുസൃതിയാണ് ആർക്ക്? കൃഷ്ണന് ഉള്ളത്. കുട്ടികളുടെ ഒരു രീതി നമുക്കറിയാലോ. പക്ഷെ കൃഷ്ണനെ വീട്ടിൽ കയറ്റണം എന്നൊരു ആഗ്രഹം ഗോപികമാർക്കുണ്ട്.
അതിനുള്ള ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ഗോപികമാർ എന്ത് ചെയ്യും? ഗോപികമാർ അവിടെ വെണ്ണയെ ഒരു ഉപകരണമാക്കും. ഈ ഗോപികമാർ ചിലർ പുറത്തിറങ്ങിയതുകൊണ്ട് ഉറക്കെ കൈ വീട്ടിനുള്ളിലൊക്കെ ചെയ്തുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയും, ദേ ഇന്ന് ഒത്തിരി വെണ്ണ കിട്ടിയിട്ടുണ്ട്, ആ കിട്ടിയ വെണ്ണ മുഴുവൻ ആ മുകളിൽ ഉറിയുടെ മുകളിൽ വെക്കണം, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് വെക്കണം. കാരണം എന്താ? ഇല്ല, കള്ളന്മാര് കാണരുത്. ഇത് ഉറക്കെ വിളിച്ചു പറയുന്നത് ആര് കേൾക്കാൻ വേണ്ടിയാ? മനസ്സിലായില്ലേ? നേരിട്ട് പറയുന്നില്ലെങ്കിലും ഉറക്കം. നമ്മൾ ആരെങ്കിലും നാട്ടിൽ കള്ളന്മാരുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കയറി ഉറക്ക വിളിച്ചു പറയോ, അതെ ഇന്നലെ കിട്ടിയ ലോൺ എടുത്ത് 5 ലക്ഷം രൂപയില്ലേ, അത് കട്ടിലിന്റെ അടിയിൽ ആ പാത്രത്തിൽ പെട്ടിയിൽ വെക്കണമെന്ന് ഉറക്കം പറയുമോ? എന്താ പറയാത്തത്? അത് രഹസ്യമാണ്. പക്ഷെ ഇത് രഹസ്യം എന്നതുപോലെ പരസ്യമാക്കി പറയും, കൃഷ്ണൻ കേൾക്കണം. ഇനി ചില ഗോപികമാർ ഒരു പടി കൂടി കിടക്കും. വെണ്ണ കയ്യിൽ ഉരുട്ടിയൊക്കെ എടുത്ത് വെളിയിലിറക്കിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ഗോപികയെ വിളിച്ചിട്ട് പറയും, ദേ കണ്ടില്ലേ എനിക്ക് ഒത്തിരി വെണ്ണ കിട്ടിയെന്നൊക്കെ പൊക്കി കാണിക്കും. ഇതാര് കാണണം? കൃഷ്ണൻ കാണണം. പക്ഷെ കൃഷ്ണനെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, നടന്നു പോകും. ചെല്ലുന്ന കൂട്ടുകാരുടെ ചെല്ലും, കൂട്ടുകാർ കാത്തിരിക്കും. നായകനാണ്, മനസ്സിലായില്ലേ? ലീഡറാണ്. ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, ഗോമതിയുടെ മോൻ ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കൗസല്യയുടെ മോൻ ഉണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് ആ കുട്ടി ഉണ്ടെങ്കിൽ അവനെ വിളിച്ച് മുമ്പിൽ നിർത്തിയിട്ട് പറയും, നീയാണ് ഇന്നത്തെ ലീഡർ. മനസ്സിലായില്ലേ? അന്നത്തെ ലീഡർ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ഇനി എന്താ പരിപാടി? എന്നിട്ടാണ് വീട് പറഞ്ഞു കൊടുക്കും, ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്, അവിടെ നിന്ന് വെണ്ണ എടുക്കണം. അപ്പോഴാണ് ഈ ലീഡറായ കുട്ടിക്ക് മനസ്സിലാവുന്നത് അവൻ്റെ വീടാണ്. മനസ്സിലായില്ലേ? ഏത് വീട്ടിൽ കയറിയാണോ എടുക്കേണ്ടത് ആ വീട്ടിലെ കുട്ടിയെ ലീഡറാക്കി മുമ്പിൽ നിർത്തും. ആ കുട്ടിയെ കൊണ്ട് വീട് തുറപ്പിക്കും. ഓടളക്കണോ, വാതിൽ കുത്തി തുറക്കണോ, മനസ്സിലായില്ലേ? ജനൽ കമ്പി വളയ്ക്കണമെന്നൊക്കെ കുട്ടിക്ക് തീരുമാനിക്കാം. അവൻ തന്നെ പോയി അവൻ്റെ വീട് തുറന്ന് അവൻ്റെ കൂട്ടുകാരെ അകത്തേക്ക് ആനയിച്ചു. എന്നിട്ട് അവൻ തന്നെ വെണ്ണ ഇരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തു. എടുക്കുന്നത് ഭഗവാനാണ്. മനസ്സിലായോ? എടുക്കുന്നത് ഭഗവാനാണ്. അത് കൃത്യം. കാരണം എന്താ? ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടാനാണ് ആഗ്രഹം, കഴിക്കാൻ ആഗ്രഹം. ഭഗവാന് കഴിക്കാനല്ല ആഗ്രഹം, കൊടുക്കാനാണ്. മനസ്സിലായില്ലേ? ഈ കൊടുക്കുന്ന പലരേക്കും പലപ്പോഴും കിട്ടാറില്ല. ഈ പണ്ട് കാലത്തൊക്കെ അമ്മമാർ പറയും, വീട്ടിലെല്ലാവർക്കും വിളമ്പി കഴിയുമ്പോൾ അല്ലേ, അവസാനം അവർക്കൊരു കറി പോലും കിട്ടാറില്ല. ചിലപ്പോൾ അല്പം രസമോ എന്തെങ്കിലും ഒരു അച്ചാറോ ഒക്കെ കൂട്ടി ചോറ് വാരി കഴിക്കും. പക്ഷെ അപ്പോഴും അമ്മയ്ക്ക് പരാതിയില്ല, എന്താ? കൊടുത്ത് വയറ് നിറച്ചവരാണ്. പക്ഷെ ഇന്ന് അതുകൊണ്ട് അമ്മമാർ ബുദ്ധിമതികളാണ്. മനസ്സിലായില്ലേ? ഇന്ന് കൊടുത്ത് വയറ് നിറയ്ക്കുന്നതിന് മുമ്പ് അവർ കഴിച്ച് നിറയ്ക്കും, പിന്നെ ഉണ്ടെങ്കിൽ കൊടുക്കും. എന്താ? ആദ്യം എന്തിനാ കഴിച്ചത്? അത് ഉപ്പ് നോക്കിയതാണ്. പക്ഷെ ഉപ്പിച്ചി തോനെ നോക്കിയെന്നേ ഉള്ളൂ. കാലത്തിനനുസരിച്ച് നമ്മളൊക്കെ മാറിയിട്ടുണ്ട് ഒരുപാട്. ശരി, അപ്പൊ അവിടെ ഈ വെണ്ണ എടുത്ത് ഭഗവാൻ എല്ലാവർക്കും കൊടുക്കും. ഇത് കഴിക്കാൻ നിൽക്കുന്നവർക്ക് കൊടുത്തു തീർന്നിട്ട് ഭഗവാന് കഴിക്കാൻ പറ്റുമില്ല. കാര്യം 25ാമത്തവന് കൊടുത്തിരുന്ന് കഴിയുമ്പോഴത്തേക്ക് 1ാമത്തവൻ വീണ്ടും ചെയ്യും. ഇത് കൂടാതെ കുറെ കൊരങ്ങന്മാർ ചുറ്റുമുണ്ട്. ഈ കുട്ടികളെ പോകുന്ന വീട്ടിലേക്ക് കൂടെ ചെല്ലും. രാമാവതാര കാലത്ത് ഭഗവാനെ സഹായിച്ച ആ സ്മരണ കൊണ്ട് കൃഷ്ണാവതാര കാലത്ത് അവരെ കൂടി ഭഗവാൻ വെണ്ണ കൂട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആരെയും ഭഗവാൻ വിടാറില്ല, എല്ലാവരെയും പരിഗണിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വെണ്ണ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഒരു ജോലിയുണ്ട്. അത് ഭഗവാന്റെ ഐഡന്റിറ്റിയാണ്. ഈ കലം അടിച്ച് പൊട്ടിച്ചിട്ടേ പുള്ളിയെ പുറത്തോളൂ. അത് പുള്ളിയുടെ ഒരു വീക്ക്നെസ്സാണ്. കലം പൊട്ടിക്കുക എന്നുള്ളതൊരു വീക്ക്നെസ്സാണ്. ഈ കലം പൊട്ടിക്കുന്നതാണ് ഗോപികമാർക്ക് ഏറ്റവും വലിയ പരാതി. വെണ്ണയും എടുത്തു, കലവും പൊട്ടി. മനസ്സിലായില്ലേ? കലം കൂടി പൊട്ടിച്ചപ്പോൾ ഇരട്ടി നഷ്ടമല്ലേ? ഇവിടെ എന്തിനാ ഈ കലം പൊട്ടിച്ചത്? ഇതാണ് പരാതി. ഇനി ഭഗവാൻ പറഞ്ഞ ആശയത്തിലേക്ക് വരാം. കൃഷ്ണൻ കള്ളനല്ല. എന്താ കാരണം? ആ വീട്ടിലെ കുട്ടി ആ വീട്ടിനുള്ളിൽ കയറി കൂട്ടുകാർക്കൊരു സാധനം കൊടുത്താൽ ആ കുട്ടിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ആ വീട്, അല്ലേ? നമ്മൾ പറയും പ്രമാണം എൻ്റെ പേരില്ല, വീടിൻ്റെ ലോൺ അടയ്ക്കുന്ന അച്ഛനാ. പക്ഷേ ഇവർ രണ്ടുപേരോട് ഒരു ബന്ധം വഴി ഞാൻ കോടതി ചെന്ന് നോക്കട്ടെ, കോടതി ഒരിക്കൽ കുഞ്ഞിന് അവകാശം മാറ്റി കൊടുക്കാൻ പറയും, അല്ലേ? കുഞ്ഞിൻ്റെ പേര് പ്രമാണമൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ എല്ലാ സമ്പത്തിനെ നമ്മളെക്കാൾ അവകാശി യഥാർത്ഥത്തിൽ ആരാ? മക്കളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ടിരിക്കാൻ പറ്റിയ ആളാണ്. മനസ്സിലായില്ലേ? ബാലാവകാശമൊക്കെ പണ്ടേ പ്രഖ്യാപിച്ച ആളാണ് കൃഷ്ണൻ. കാരണം എന്താ? ഹേ മാതാപിതാക്കളെ, നിങ്ങളെ നോക്കുക, നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അധികാരം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ മക്കൾക്കുണ്ട്. അവൻ അധികാരപ്പെട്ടത് അവൻ അവൻ്റെ സുഹൃത്തുക്കൾ കൊടുത്ത അത് കളവാണോ? ആണോ? ഒരിക്കലുമല്ല. മനസ്സിലായില്ലേ? ഇതാണ് ഒരർത്ഥം. ഇനി രണ്ടാമതൊരർത്ഥം ഭഗവാൻ ബോധിപ്പിക്കാൻ, ഗോപികമാരെ
ഇതൊരു ഭൗതിക അർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം ഭഗവാൻ ബോധിപ്പിക്കുകയാണ്, ഗോപികമാരെ, ഈ പ്രപഞ്ചത്തിലുള്ളത് സർവ്വതും എൻ്റേതാണ്. സർവ്വതിൻ്റെ ഉടമസ്ഥനായ എന്നിൽ നിന്ന് നിങ്ങളുടേതെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ മോഷ്ടാക്കൾ നിങ്ങളാണ്, അല്ലേ? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ 5 സെന്റിൻ്റെതെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ആരുടേതാ? ഈശ്വരൻ്റേതാണ്. നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റേതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്നു. മനസ്സിലായില്ലേ? ഈ ശരീരം വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന 5 സെന്റ് നമ്മളുടേതാണോ? അതല്ല. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഈശ്വരൻ്റേതാണെന്ന ബോധത്തെ വിസ്മരിക്കാതെ സർവം നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരഭാവത്തിൽ വേണം നിങ്ങൾ എന്നെ അറിയാൻ. ഗോപികമാരെ ജ്ഞാനത്തിലേക്ക് ഉയർത്തുകയാണ്. കാരണം ഗോപികമാര് സാധാരണ സ്ത്രീകളാണ്, ജീവസ്വരൂപങ്ങളാണ്. അവരെ പരമമായ ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്നത് ഭഗവാൻ 3 ലീലകളിലൂടെയാണ്. ഒന്ന് വെണ്ണാപകരണം, ഒന്ന് വസ്ത്രാപകരണം, ഒന്ന് രാസലീല. മനസ്സിലായില്ലേ? അപ്പോ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും എൻ്റേതാണ്, എന്നിൽ നിന്നൊന്നും മറയപ്പെടുന്നതില്ല, ഞാനാണെന്ന ബോധം പകർന്നു. ഇനി അടുത്ത അർത്ഥം എന്താ? ഗോപികമാരുടെ പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹമല്ലേ ഏറ്റവും ശുദ്ധമായ വികാരം, സ്നേഹമല്ലേ? ആ വികാരം കൊണ്ട് ശുദ്ധമായ നിങ്ങളുടെ ഹൃദയം ഞാൻ സ്വീകരിക്കും, നിങ്ങളുടെ മനസ്സിനെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ ശരീരത്തോട് എനിക്ക് കാമനയില്ല. അതായത് ഭഗവാൻ കൃഷ്ണനും ഗോപികമാരുമായിട്ടുള്ള പ്രണയം എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇന്നത്തെ കാലത്തെ പ്രണയത്തെ പോലെ ശരീര കാമനകളുണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഒരു ഗോപികമാരെയും വിവാഹവും കഴിച്ചിട്ടില്ല. ചിലർക്കൊക്കെ ഇപ്പോഴും സംശയമോ, ശ്രീകൃഷ്ണൻ എന്താ രാധയെ ഉപേക്ഷിച്ചത്? ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ? ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ആത്മബോധത്തിന്റെ ലയനമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഗോപികമാരെ ഓർമ്മപ്പെടുത്താണ് ഭഗവാൻ, ഒരു തരത്തിൽ പോലും നിങ്ങളത് ശാരീരിക ബോധത്തിലേക്ക് അധപ്പതിപ്പിക്കരുത്, താഴ്ത്തരുത്, ശരീരബോധത്തിലേക്ക് എത്തരുത്. കാരണം ശരീരബോധത്തെ നശിപ്പിക്കാനാണ് വെണ്ണ സ്വീകരിക്കുമ്പോൾ വെണ്ണ ഇരിക്കുന്ന കലം ഉടച്ചു കളയുന്നത്. മനസ്സിലല്ലേ? നിങ്ങളുടെ മനസ്സിനെയും ഭക്തിയും ഞാൻ സ്വീകരിക്കും, നിങ്ങളുടെ ശരീര കാമനകളിൽ എനിക്ക് താല്പര്യമില്ല. അത് ഉടച്ച് ഗോപികമാർ ഒരിക്കലും ഭഗവാനോടുള്ള പ്രണയത്തിൽ ശരീരകാമത്തോട് താഴാതിരിക്കാൻ ഉള്ള മുൻകരുതലും അറിവും ഭഗവാൻ പകർന്നു കൊടുത്തു. മനസ്സിലായില്ലേ? ഇനി ഭഗവാൻ കള്ളനാണോ? സന്തോഷം. ഈ യജ്ഞം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയണക്കാവോ? അപ്പോഴും സന്തോഷം.